സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗത്തിലെ പിതാവേ, ഹല്ലേലൂയ, നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നാമത്തിന് സ്തോത്രം, നാമത്തിന് മഹത്വം കർത്താവേ. ഹല്ലേലൂയ, സകല പുകഴ്ചയ്ക്കും മഹത്വത്തിന് യോഗ്യനായ ദൈവം. ഹല്ലേലൂയ. നല്ല പ്രഭാത വേളയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്ന ഈ ഉയർപ്പിന്റെ സുപ്രഭാതത്തിൽ കർത്താവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉണർന്ന കർത്താവിന്റെ മുഖത്തേക്ക് നോക്കുവാൻ തന്ന കൃപയ്ക്കായി അങ്ങേ സ്തുതിക്കുന്നു. സ്തോത്രം, 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 സ്തോത്രം. കഴിഞ്ഞ രാത്രികാലം ഞങ്ങളെ പരിപാലിച്ചതിനാൽ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഹല്ലേലൂയ. ആമേൻ. വീണ്ടും ഞാൻ ഉണരുമ്പോൾ നിന്റെ രൂപം കണ്ട് തൃപ്തനാകുമെന്ന കർത്താവേ, ഹല്ലേലൂയ, സ്തോത്രം. ഞങ്ങളുടെ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ കാലകാലം കർത്താവേ ഞങ്ങളുടെ മുഖശോഭ കണ്ട് ഹല്ലേലൂയ, സ്തോത്രം തരാകുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം, ഹല്ലേലൂയ. നന്ദിയോടെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഞങ്ങളുടെ സന്നിധിയിൽ കഴിക്കുന്ന ഒരു ദിവസം വരെ 1000 ദിവസത്തെ കളത്വമാണല്ലോ. ഹല്ലേലൂയ, സ്തോത്രത്തിന്റെ കാലം കർത്താവേ, നന്ദിയോടെ സ്തുതിക്കുന്നു. സ്തോത്രം, സ്തോത്രം. 1 മണിക്കൂർ ഞങ്ങളുടെ സന്നിധിയിലായിരിക്കുന്ന ഞങ്ങളുടെ ജീവിതത്തിൽ വിടുതലും വിശ്വാസത്തിനും അനുഗ്രഹത്തിനും ആത്മീക അഭിവൃദ്ധിക്കും കാരണമായിരിക്കാൻ ഇടവരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ, സ്തോത്രം. ഹല്ലേലൂയ. ഇത് ശുശ്രൂഷകൾ ഏറ്റെടുത്തിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും ഞങ്ങളുടെ സന്നിധിയിലേക്ക് കൽപ്പിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. പ്രാഗൽഭ്യത്തോടെല്ലാം ചെയ്താൻ ആവശ്യമായ ദൈവകൃപ അവരുടെ ജീവിതത്തിലും പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. നന്ദിയോടെ സ്തുതിക്കുന്നു. സ്തോത്രം, സ്തോത്രം. പ്രാർത്ഥന അതിനിടെ എല്ലാ പ്രവർത്തനങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിവിധ വിഷയങ്ങളെ ഓർത്ത് ജാഗരിപ്പാൻ, പ്രാർത്ഥിപ്പാൻ, മധ്യസ്ഥപ്പാൻ കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തെ ആരാധിക്കുവാൻ, പാട്ടുപാടി അങ്ങേ സ്തുതിക്കുവാൻ കർത്താവെ ആത്മാവിൽ നിറഞ്ഞ് ഹല്ലേലൂയ ഞങ്ങളുടെ നാമത്തെ ഉയർത്തുവാൻ നിരാവിലെ കാലടികളെ ബലപ്പെടുത്തുമാറാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. പ്രാർത്ഥന ദൈവം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ദൈവവചന ശുശ്രൂഷയെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനത്തിന്റെ പൊരുളുകൾ, വചനത്തിന്റെ വെളിപ്പാടുകൾ കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പ്രാർത്ഥന അതിനുടെ പ്രവർത്തനങ്ങളെ അനുഗ്രഹിക്കണമേ. പാസ്റ്റർ ബെൻസിന്റെ എല്ലാ കുടുംബം അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ദാസിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കൊടുത്ത സൗഖ്യത്തിനും വിടുതലും സ്തോത്രം. പരിപൂർണ്ണ സൗഖ്യം കൊടുക്കണം. കാലിലെ നിര്യാണികളെ ഉറപ്പിച്ച് നിന്ന് കർത്താവിനെ സ്തുതിക്കുവാൻ, ഹല്ലേലൂയ, കഴിഞ്ഞ നാളുകളെ ഉപരിയായി തന്റെ കാര്യങ്ങളെല്ലാം ചെയ്ത് കർത്താവിനോട് വീണ്ടും വലിയ ശക്തമായി പ്രയോജനപ്പെടുവാൻ വേണ്ടി അധികാരപ്പെടുത്തണം, ബലപ്പെടുത്തണം എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം, 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 സ്തോത്രം. പല കാലം കർത്താവേ അടികളെ വീണ്ടും പൊടിയോളം താഴ്ത്തി ഏൽപ്പിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ദൈവകൃപ ധാരാളം പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ആരെയും കുറവുകളെ കർത്താവേ, ബലഹീനതകളെ, പോരായ്മകളൊന്നും കർത്താവ് കണക്കിടലേ എന്ന് പ്രാർത്ഥിക്കുന്ന കാലം ഞങ്ങളുടെ സന്നിധിയിലായിരിക്കുന്ന ഞങ്ങളുടെ ജീവിതത്തിൽ ആത്മീക അനുഗ്രഹത്തിന് കാരണമായിരിക്കാൻ ഇടവരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. കർത്താവ് കൂട്ടിക്കൊണ്ടുവന്ന് പ്രിയപ്പെട്ടവർക്കായ സ്തോത്രം. കടന്നവരാൻ ആഗ്രഹിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നവരെല്ലാം സഹായിക്കണമേ, കൂട്ടിവരുത്തുമാറാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഹല്ലേലൂയ. ഓൺലൈൻ വഴി നടക്കുന്ന മീറ്റിംഗ് ആണല്ലോ യാതൊരു തടസ്സങ്ങളോ ഭാരങ്ങളോ ബുദ്ധിമുട്ടുള്ളോ അനുവദിക്കില്ലെന്ന് പ്രാർത്ഥിക്കുന്നു. മീറ്റിംഗിന്റെ അന്ത്യം വരെയും കർത്താവിന്റെ കൃപയും സാന്നിധ്യവും ഭരിച്ചു വഴി നടത്തണം. കർത്താവ് പ്രാർത്ഥന കേട്ടതിനാൽ അങ്ങേ സ്തുതിക്കുന്നു. മാനവത്വം തന്നെ യേശു ക്രിസ്തുവിൻ തന്നെയുള്ള നാമത്തിൽ അപേക്ഷിക്കുന്നു. കൂടെ ഏൽക്കണമേ സ്വർഗ്ഗസ്ഥ പിതാവേ. ആമേൻ, 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 ആമേൻ. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. കർത്താവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നീ ഉയർപ്പിന്റെ സുപ്രഭാതത്തിൽ കർത്താവ് ആമേൻ ഉയർത്തെഴുന്നേറ്റ ദിവസം, സ്തോത്രന്റെ രാവിലെ കാലം എല്ലാവരും അതാത് സ്ഥാനങ്ങളിൽ ആരാധനയ്ക്കൊക്കെ കടന്നുകൊണ്ട ദിവസമാണെങ്കിലും രാവിലെ കാലം ഉണർന്ന് ഈ ഓൺലൈൻ വഴിയായി കർത്താവിന്റെ മുഖത്തേക്ക് നോക്കുവാനും പാടുവാനും പ്രാർത്ഥിക്കുവാനും ഒക്കെ ദൈവ അവസരം ഒരുക്കുന്നതിനെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. പ്രാർത്ഥന അതിനിടയിലെ പ്രവർത്തനങ്ങളെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. പാസ്റ്റർ ബെൻസൻ ദാനിയേലിന്റെ കുടുംബം അവർ കൊടുത്തിരിക്കുന്ന ദർശനങ്ങളെ കർത്താവ് വിശാലതയിലേക്ക് നയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ആമേൻ. രാവിലെ കാലം നാം കർത്താവിന്റെ സന്നിധിയിലായിരിക്കുമ്പോൾ ആമേൻ പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയം വേർതിരിക്കും, വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി സമയം വേർതിരിക്കും. എന്നാൽ അതിനു മുമ്പായി നമുക്ക് അല്പസമയം കർത്താവിനെ പാടി ആരാധിക്കുവാനുള്ള സമയമാണ്. ആമേൻ. ഹല്ലേലൂയ, സ്തോത്രം. നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ സന്നിധിയിലായിരിക്കുമ്പോൾ ആമേൻ അല്പസമയം കർത്താവിനെ സ്തുതിക്കുവാൻ സമയം വേർതിരിക്കുകയാണ്. സിസ്റ്റർ ആൻസി വർഗീസ് നമ്മുടെ മധ്യത്തിലുണ്ട്. കർത്താവിന്റെ ദാസി മുന്നോട്ടുള്ള സമയത്തെ ആമേൻ പറയപ്പെട്ടിരിക്കുന്ന സമയത്തിനകത്ത് നമുക്ക് ആമേൻ ആരാധന ലീഡ് ചെയ്ത് നമ്മളെ കർത്താവിന്റെ സന്നിധിയിൽ കർത്താവിനെ ആരാധനയിലേക്ക് കൊണ്ടുപോകുന്നതായിരിക്കും കർത്താവിന്റെ ദാസി സിസ്റ്റർ. പ്രൈസ് ദി ലോർഡ്. ഈ പ്രഭാത സമയത്ത് നമുക്ക് ഒരുമിച്ച് കടന്നു വന്ന് കർത്താവിനെ സ്തുതിപ്പാൻ, ദൈവത്തെ പാടി ആരാധിപ്പാൻ തക്കണം ദൈവം തന്ന നല്ല അവസരങ്ങൾക്കായി നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ ആഴ്ചയുടെ ആരംഭ ദിവസം കാണുവാൻ ദൈവം നമ്മെ സഹായിച്ചല്ലോ. കഴിഞ്ഞ ആഴ്ചയുടെ ഓരോ ദിനങ്ങളിലും കർത്താവ് നമ്മളെ അത്ഭുതരും അതിശയമായി പരിപാലിച്ചു. പിന്നെ നന്ദിയുള്ളവരായി
കർത്താവിനെ ഇന്ന് പകൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ സ്തുതിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. അല്പസമയം നമുക്ക് പാട്ടുകൾ പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. റോമാലേഖനം 8-ാം അധ്യായം 18-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: നമ്മൾ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് എണ്ണുന്ന പൗലോസ് പറഞ്ഞതുപോലെ നമുക്ക് പല കഷ്ടതകളും വേദനകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നമ്മൾ വെളിപ്പെടുവാനുള്ള തേജസ് ഉണ്ട്. ആ തേജസ് ഓർത്താൽ നമ്മുടെ കഷ്ടങ്ങളൊന്നും നമുക്ക് സാരമില്ല എന്നെണ്ണുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. പാട്ടുകാരൻ പ്രകാരം പറയുന്നു: നിന്നെ വീഴ്ത്തുവാൻ ശത്രു പല കണികളും ഒരുക്കും, വീഴ്ച കാണുവാനും അവൻ പതിയിരിക്കുമെന്നാൽ ബലവാനായ ഒരു ദൈവമാണ് നമ്മുടെ കരത്തിൽ പിടിച്ചിരിക്കുന്നത്. ശത്രുവിന്റെ തല തകർത്ത ക്രൂശിൽ ജയാളിയായ കർത്താവിനെ ഇന്ന് പകൽ നമുക്ക് ഒരുമിച്ച് പാടി മഹത്വപ്പെടുത്താം. നന്മ പ്രാപിക്കും, തിന്മ തൊടുകയില്ല, നിന്റെ യാത്രയിൽ ഖേദം വരികയില്ല. നന്മ പ്രാപിക്കും, തിന്മ തൊടുകയില്ല, നിന്റെ യാത്രയിൽ ഖേദം വരികയില്ല. നീ ആഗ്രഹിച്ച തുറമുഖമണയും കൊടും കാറ്റിനെ അവൻ ശാന്തമാക്കും. നീ ആഗ്രഹിച്ച തുറമുഖമണയും കൊടും കാറ്റിനെ അവൻ ശാന്തമാക്കും. കടലോളങ്ങൾ കവനതിരുവയ്ക്കും, പടകിൽ നിന്നോടൊപ്പം അധിവസിക്കും. കടലോളങ്ങൾ കവനതിരുവയ്ക്കും, പടകിൽ നിന്നോടൊപ്പം അധിവസിക്കും. നിന്നെ വീഴ്ത്തുവാൻ ശത്രു കെണിയൊരുക്കും, വീഴ്ച കാണുവാൻ അവൻ പതിയിരിക്കും. നിന്നെ വീഴ്ത്തുവാൻ ശത്രു കെണിയൊരുക്കും, വീഴ്ച കാണുവാൻ അവൻ പതിയിരിക്കും. ബലവാനവൻ നമ്മെ പിടിച്ചതിനാൽ ബലമേറും ഗോപുരമതിലണയും. ബലവാനവൻ നമ്മെ പിടിച്ചതിനാൽ ബലമേറും ഗോപുരമതിലണയും. നിന്റെ ശത്രുവിൻ തല തകർത്തതിനാൽ ക്രൂശിൻ ശക്തിയാൽ ജയം ലഭിച്ചതിനാൽ. നിന്റെ ശത്രുവിൻ തല തകർത്തതിനാൽ ക്രൂശിൻ ശക്തിയാൽ ജയം ലഭിച്ചതിനാൽ. ഒരു ശാപവും നിന്നെ തൊടുകയില്ല, ഒരു രോഗവും നിന്നെ തളർത്തുകില്ല. ഒരു ശാപവും നിന്നെ തൊടുകയില്ല, ഒരു രോഗവും നിന്നെ തളർത്തുകില്ല. ഗിലെയാദിൻ വൈദ്യനാവൻ നിനക്കായി അഭിഷേകത്തിൻ തൈലക്കൂട്ടൊരുക്കും. ഗിലെയാദിൻ വൈദ്യനാവൻ നിനക്കായി അഭിഷേകത്തിൻ തൈലക്കൂട്ടൊരുക്കും. സൗഖ്യദായകൻ നിന്റെ കരം പിടിക്കും, പുതുശക്തിയാൽ അനുദിനം നിറയ്ക്കും. സൗഖ്യദായകൻ നിന്റെ കരം പിടിക്കും, പുതുശക്തിയാൽ അനുദിനം നിറയ്ക്കും. സർവത്തിന്മേയും കളവായി പറയും, നിന്റെ പേർ മായിക്കുവാൻ വൃഥാ ശ്രമിക്കും. സർവത്തിന്മേയും കളവായി പറയും, നിന്റെ പേർ മായിക്കുവാൻ വൃഥാ ശ്രമിക്കും. ഭക്തർ നാമം തലമുറ തലമുറയായി എന്നേക്കുമോർമ്മയിൽ നിലനിന്നിടും.
കൈത്തർ നാമം തലമുറ തലമുറയായി എന്നേക്കുമോർമ്മയിൽ നിലനിന്നിടും. ശത്രുവിന്റെ പേരിനിയോർക്കയില്ല, അവൻ നിന്ന സ്ഥലമിനി കാണുകില്ല. ശത്രുവിന്റെ പേരിനിയോർക്കയില്ല, അവൻ നിന്ന സ്ഥലമിനി കാണുകില്ല. നിന്റെ പ്രാണനെ ശത്രു തൊടുകയില്ല, ജീവഭാണ്ഡത്തിലതു ഭദ്രമത്രേ. നിന്റെ പ്രാണനെ ശത്രു തൊടുകയില്ല, ജീവഭാണ്ഡത്തിലതു ഭദ്രമത്രേ. നിന്റെ ന്യായം മറിക്കുവാൻ കഴിയുകയില്ല, നിന്റെ നീതി പ്രഭാതം പോൽ വിളങ്ങി വരും. നിന്റെ ന്യായം മറിക്കുവാൻ കഴിയുകയില്ല, നിന്റെ നീതി പ്രഭാതം പോൽ വിളങ്ങി വരും. ശത്രുവോടി ഒളിപ്പിടം തേടുന്ന നാൾ നീയാകിൽ വിശ്രമം പ്രാപിച്ചിടും. ശത്രുവോടി ഒളിപ്പിടം തേടുന്ന നാൾ നീയാകിൽ വിശ്രമം പ്രാപിച്ചിടും. നന്മ പ്രാപിക്കും, തിന്മ തൊടുകയില്ല, നിന്റെ യാത്രയിൽ ഖേദം വരികയില്ല. നന്മ പ്രാപിക്കും, തിന്മ തൊടുകയില്ല, നിന്റെ യാത്രയിൽ ഖേദം വരികയില്ല. നീ ആഗ്രഹിച്ച തുറമുഖമണയും, കൊടും കാറ്റിനെ അവൻ ശാന്തമാക്കും. നീ ആഗ്രഹിച്ച തുറമുഖമണയും, നിന്റെ കൊടും കാറ്റിനെ അവൻ ശാന്തമാക്കും. കടലോളങ്ങൾക്കവനതിരുവയ്ക്കും, പടകിൽ നിന്നോടൊപ്പം അധിവസിക്കും. കടലോളങ്ങൾക്കവനതിരുവയ്ക്കും, പടകിൽ നിന്നോടൊപ്പം അധിവസിക്കും. ആമേൻ. ഒരു ഗാനം കൂടെ പാടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ആമേൻ. സ്തോത്രം സ്തോത്രം സ്തോത്രം. നമുക്ക് ഒരുമിച്ച് പാടി കർത്താവിനെ ഇരിക്കുന്ന സ്ഥാനങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്താം. നന്ദിയാ സ്തുതി പാടിടാം, എന്നേശുവിനെ ഉള്ളത്താലെന്നും പാടാ. നന്ദിയാൽ സ്തുതി പാടാം, എൻ്റെ യേശുവിനെ ഉള്ളത്താലെന്നും പാടാ. നല്ലവൻ വല്ലഭൻ യേശു നല്ലവൻ, എന്നെന്നും മതിയായവൻ. നല്ലവൻ വല്ലഭൻ യേശു നല്ലവൻ, എന്നെന്നും മതിയായവൻ. നന്ദിയാൽ സ്തുതി പാടാ, എൻ്റെ യേശുവിനെ ഉള്ളത്താലെന്നും പാടാ. നന്ദിയാൽ സ്തുതി പാടാ, എൻ്റെ യേശുവിനെ ഉള്ളത്താലെന്നും പാടാ. യെരിഹോ മതിലും മുന്നിൽ വന്നാലും, യേശുവന്റെ മുന്നിൽ പോകുന്നു. യെരിഹോ മതിലും മുന്നിൽ വന്നാലും, യേശുവന്റെ മുന്നിൽ പോകുന്നു. കലങ്ങിടാതെ പതറിടാതെ, സ്തുതികളാൽ തകർന്നു വീഴും. കലങ്ങിടാതെ പതറിടാതെ, സ്തുതികളാൽ തകർന്നു വീഴും. നന്ദിയാൽ സ്തുതി പാടാ,
എന്നേശുവിനെ ഉള്ളത്താലെന്നും പാടാം, നന്ദിയാൽ സ്തുതി പാടാം. എന്നേശുവിനെ ഉള്ളത്താലെന്നും പാടാം. ചെങ്കടൽ സമമാം ശോധനകളിൽ ദൂതന്മാർ നിൻ മുൻപേ പോകുന്നു. ചെങ്കടൽ സമമാം ശോധനകളിൽ ദൂതന്മാർ നിൻ മുൻപേ പോകുന്നു. വിശ്വാസത്തോടെ ആജ്ഞാപിക്കുമോ, ചെങ്കടൽ പിളർന്നു മാറിയിടും. വിശ്വാസത്തോടെ ആജ്ഞാപിക്കുമോ, ചെങ്കടൽ പിളർന്നു മാറിയിടും. നന്ദിയാൽ സ്തുതി പാടാ, എന്നേശുവിനെ ഉള്ളത്താലെന്നും പാടാ. നന്ദിയാൽ സ്തുതി പാടാ, എന്നേശുവിനെ ഉള്ളത്താലെന്നും പാടാ. ദേഹം ദേഹി ആത്മാവും തളർന്നിടും വേളയിലും, ദേഹം ദേഹി ആത്മാവും തളർന്നിടും വേളയിലും സ്തുതിഗീതങ്ങൾ പാടിയിടുമോ, കർത്താവു ബലം തന്നിടും. സ്തുതിഗീതങ്ങൾ പാടിയിടുമോ, കർത്താവു ബലം തന്നിടും. നന്ദിയാൽ സ്തുതി പാടാം, എന്നേശുവിനെ ഉള്ളത്താലെന്നും പാടാം. നന്ദിയാൽ സ്തുതി പാടാം, എന്നേശുവിനെ ഉള്ളത്താലെന്നും പാടാം. ആമേൻ. സ്തോത്രം സ്തോത്രം സ്തോത്രം. സമയം അനുവദിച്ചെന്ന കർത്തദാസിന്റെ കുടുംബത്തിന് എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി അറിയിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. പാട്ടുകൾ പാടി കർത്താവിനെ സ്തുതിപ്പാൻ ഇന്ന് രാവിലെ കാലം കർത്താവ് സഹായിച്ചല്ലോ. കർത്തദാസി ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ. സ്തോത്രം. മുന്നോട്ട് നമുക്ക് പ്രാർത്ഥനയ്ക്ക് ഉള്ള സമയമാണ്. ആമേൻ. സ്തോത്രം. പ്രാർത്ഥനയെ ലീഡ് ചെയ്യുവാൻ, ആമേൻ, ഇന്റർസെസറി പ്രേയറിന് വേണ്ടി നമ്മുടെ വിഷയങ്ങളെ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുവാൻ, പൊതുവായിട്ടുള്ള വിഷയങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുവാൻ, ആമേൻ, സ്തോത്രം, നമുക്ക് സമയങ്ങളെ വേർതിരിക്കാം. അത് ലീഡ് ചെയ്യുവാനായിട്ട് സിസ്റ്റർ ഡെയ്സി തോമസ് നമ്മുടെ മധ്യത്തിലുണ്ട്. കർത്താവിന്റെ ദാസിയെ പ്രാർത്ഥന ലീഡ് ചെയ്യാനായിട്ട് ക്ഷണിക്കുന്നു. ആമേൻ. പ്രൈസ് ലോർഡ്. ദൈവത്തിന് പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പ്രഭാതത്തിൽ ദൈവപാദപീഠത്തിൽ നമുക്ക് ഓരോരുത്തരും അറിയിപ്പാൻ തക്കൊണ്ട് ദൈവം സഹായിച്ചതിനായി ദൈവസന്നിധി നന്ദി പറയുന്നു. 65-ാം സങ്കീർത്തനം അതിന്റെ 1-2 വാക്യം ഇങ്ങനെ വായിക്കുന്നു. ദൈവമേ, സിയോനിൽ സ്തുതി നിനക്ക് യോഗ്യം, നിനക്ക് തന്നെ നേർച്ച കഴിക്കുന്നു. പ്രാർത്ഥന കേൾക്കുന്നവനായുള്ളവേ, സകല ജഡവും നിന്റെ അടുക്കിലേക്ക് വരുന്നു. അതിനോട് ചേർത്ത് തന്നെ 88-ാം സങ്കീർത്തനം ഇങ്ങനെ പറയുന്നു. എന്റെ പ്രാർത്ഥന നിന്റെ മുമ്പിൽ വരുമാറാകട്ടെ, എന്റെ നിലവിളിക്ക് ചെവി ചായ്ക്കണമേ. നമ്മുടെ ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്കൊരു പ്രാഗൽഭ്യമുണ്ട്. നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കുമെന്നും നമ്മുടെ നിലവിളിക്ക് വേണ്ടി ദൈവം ചെവി ചായ്ക്കുമെന്നുള്ള ഉറപ്പോടും വിശ്വാസത്തോടും ധൈര്യത്തോടും കൂടെ നമുക്ക് ഈ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ആർക്കെങ്കിലും പ്രത്യേക പ്രാർത്ഥന വിഷയമുണ്ടെങ്കിൽ വേഗത്തിൽ. സിസ്റ്റർ, എൻ്റെ കണ്ണിന് ചെറിയ അസ്വസ്ഥതയുണ്ട്. 2 ദിവസമായിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കണം. പിന്നെ കുഞ്ഞുങ്ങളെ 3 പേരെ ഓർത്ത് അവരുടെ ആത്മീയമായ ഉയർച്ച വളർച്ച എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കണം. പ്രൈസ് ലോർഡ് ആന്റി, ഡേസി ആന്റി. പിന്നെ നമുക്ക് ഗ്രൂപ്പിലെ സ്റ്റെഫി ജോബിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഒരു ജോലിക്ക് വേണ്ടി, അവിടെ ദുബൈയിലാണ്. ഒത്തിരി വിഷമിച്ച് വിസയൊക്കെ തീർന്ന് ഈ ഒരാഴ്ചയുള്ളായിരുന്നു അവിടെ വിസായ. എന്നാൽ ദൈവത്തിന്റെ കൃപയാൽ കുഞ്ഞിന് ദൈവം ഒരു ജോലി ഒരുക്കി കൊടുത്തു. ദൈവഹിതമായാൽ നാളെ തൊട്ടുള്ള ജോലിക്ക് കടന്നു പോകുന്നു. വിഷയത്തെ ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാവർക്കും ദൈവനാമത്തിലുള്ള നന്ദി അറിയിക്കുന്നു. പിന്നെയും നാളെ തൊട്ടുള്ള ജോലിക്ക് പോകുന്ന വിഷയത്തെ ഓർത്തുകൂടെ പ്രാർത്ഥിക്കും. എന്റെ മോൻ അമലിന് വേണ്ടി പ്രാർത്ഥിക്കണം. അവന്റെ വിസയുടെ കാലാവധി തീർന്നു, ജോലിയില്ലാത്ത ഒരവസ്ഥയിൽ ദുബൈയിലായിരിക്കുന്നു. ഒരു ജോലിയുടെ കാര്യത്തിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. എത്രയും വേഗം ദൈവത്തിന്റെ പ്രവൃത്തി കാണുവാൻ ദൈവമക്കളുടെ പ്രാർത്ഥനയും ചോദിക്കുന്നു. ആമേൻ. പ്രൈസ് ലോർഡ്. ഈ പറയപ്പെട്ട 3 പേരുടെ വിഷയങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചു കാണുമല്ലോ. ഓമന സിസ്റ്റർ പറഞ്ഞ കണ്ണിന്റെ വേദനകൾ തന്റെ ഭവനത്തെ ഓർത്ത് പ്രാർത്ഥിക്കണം. അതുപോലെ ആൻസിസ്റ്ററിന്റെ സ്റ്റെഫി
കുഞ്ഞിന് വേണ്ടിയിട്ട് ദൈവം പ്രവർത്തിച്ചതോർത്തും ജോലിയെ ഓർത്തും നമുക്ക് ദൈവത്തിനെ പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ അമ്മിണി എസ് പറഞ്ഞ അമലിൻ കുഞ്ഞിനെ ഓർത്ത് ഈ 3 വിഷയങ്ങളെ ചേർത്ത് ഒരാൾക്ക് വേഗത്തിൽ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥപിതാവേ, ഈ പ്രഭാത സമയത്ത് ദൈവസന്നിധാനത്തിലേക്ക് ഞങ്ങൾ നോക്കുവാൻ ദൈവം സഹായിച്ച കൃപയ്ക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഈ ഗ്രൂപ്പിനെ നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന കർത്താവേ, ഈ സമയം ദൈവസന്നിധാനത്തിലായിരിക്കാൻ എല്ലാവരും കൃപ ചെയ്തല്ല കർത്താവേ. ഓരോ വ്യക്തി ജീവിതങ്ങൾ എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കുന്ന ഓരോ വിഷയത്തുമേ ദൈവം മറുപടി അയക്കും ഇറങ്ങണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഓമനാന്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ, കണ്ണിന്റെ അസ്വസ്ഥയാൽ ഭാരപ്പെടുന്നുണ്ടല്ലോ കർത്താവേ, പൂർണ്ണ സൗഖ്യത്തോടൊന്ന് കൽപ്പിക്കും ഇറങ്ങണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ദൈവ അത്ഭുത പ്രഭുവാന്ന് ഞങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുന്ന കർത്താവേ. മകൾക്ക് അവിടുന്ന് പൂർണ്ണ സൗഖ്യത്തോടൊന്ന് കൊടുത്തതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അത്ഭുത പ്രവൃത്തി പ്രവർത്തിച്ചതിനായിട്ട് സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ആമേൻ. സ്തോത്രം. നിന്റെ ആണിപ്പേതലാൽ കർത്താവേ ആ കരമൊന്ന് നീട്ടുമറങ്ങണേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. പൂർണ്ണ സൗഖ്യം അവിടുന്ന് കൊടുത്തതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. 3 മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന അനുഗ്രഹിക്കണേ. അവരുടെ എല്ലാ വിഷയത്തിനും മേൽ ദൈവം അവിടുന്ന് മറുപടി അയക്കുമറങ്ങണേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. രഹസ്യം പരസ്യമായി പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്മേൽ ദൈവം മറുപടി അയക്കുമറങ്ങണേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. അൻസിമാമയെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ. സിസ്റ്ററിന്റെ മോൾക്ക് വേണ്ടി ഞങ്ങള് കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചു കർത്താവേ. എന്നാൽ ദൈവ അത്ഭുത പ്രവർത്തിച്ചതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. നാളെ ജോലിക്ക് പോവാനൊക്കെ ദൈവമായി കർത്താവേ അത് ലഭിച്ചല്ലോ കർത്താവേ. മകൾ ജോലിക്ക് പോകുമ്പോ ജോലിയിൽ കയറുമ്പോ കർത്താവേ പിതാവേ നല്ല രീതിയിൽ ജോലി ചെയ്യുവാനൊക്കെ ദൈവകൃപ കൊടുക്കുമറങ്ങണേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. പിതാവേ ജോലിയിൽ ഒരു ഇത് വരുവാൻ ദൈവം അനുവദിക്കില്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. മകളെ ശക്തീകരിക്കണേ, ബലപ്പെടുത്തുമറങ്ങണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം ചെയ്ത നന്മകളെ ഓർത്ത് നന്ദി പറയുന്ന കർത്താവേ. മകളെ ശക്തീകരിക്കണേ, ബലപ്പെടുത്തുമറങ്ങണേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ദൈവം അവിടുന്ന് അത്ഭുത വഴി തുറന്നു കൊടുത്തതിനായിട്ട് സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഹല്ലേലൂയ. സ്തോത്രം. അമ്മണി ആന്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ. അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ. ആമേൻ. വിസക്ക് കഴിഞ്ഞ് നിൽക്കുവാണല്ലോ കർത്താവേ. ദൈവ അത്ഭുതത്തിന്റെ പ്രഭുവാണ് ഞങ്ങൾ ഇപ്പൊ കേട്ടല്ലോ കർത്താവേ. അതുപോലെ ഈ മകനും ദൈവമായി കർത്താവേ ദൈവത്തിന്റെ വഴി തുറന്നു കൊടുക്കുമറങ്ങണേ എന്ന് പ്രാർത്ഥിക്കുന്നു. നീ ഒരു വഴി തുറന്നിട്ടുണ്ടെങ്കിൽ ആർക്കും അടയ്ക്കുവാൻ കഴിവില്ലല്ലോ കർത്താവേ. പിതാവേ മകന് വേണ്ടി ദൈവ അത്ഭുതം പ്രവർത്തിച്ചതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഈ ദിവസങ്ങളിൽ തന്നെ ഒരു നല്ല ജോലി കിട്ടിയതിനായിട്ട് സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ദൈവ അത്ഭുതം പ്രവർത്തിക്കുമറങ്ങണേ എന്ന് പ്രാർത്ഥിക്കുന്ന കുടുംബത്തെ നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു കർത്താവേ. അനുഗ്രഹിക്കുമറങ്ങണേ. ആ വിഷയത്തിന് മേൽ ദൈവം മറുപടി അയക്കുമറങ്ങണേ എന്ന് പ്രാർത്ഥിക്കുന്നു. 2 കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കുമറങ്ങണേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ആമേൻ. ഹല്ലേലൂയ. അവരുടെ എല്ലാ വിഷയത്തിന്മേൽ ദൈവം അവിടുന്ന് മറുപടി അയക്കുമറങ്ങണേ എന്ന് പ്രാർത്ഥിക്കുന്നു. രഹസ്യം പരസ്യമായി പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്മേൽ ദൈവം അത്ഭുതം പ്രവർത്തിച്ചതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. മോളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. തക്ക സമയത്ത് തക്ക തുടയെ കൊടുക്കുമറങ്ങണേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. അനുജയെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ആമേൻ. ഹല്ലേലൂയ. അടുത്ത ദിവസം ഡ്രൈവിംഗ് ലൈസൻസിനൊക്കെ കടന്നു പോകുന്നില്ല കർത്താവേ. ദൈവം മാനിക്കുമാറാകണേ. ആ വിഷയത്തിന്മേൽ ദൈവം അത്ഭുതം പ്രവർത്തിച്ചതിനായിട്ട് സ്തോത്രം. ഈ 3 കുടുംബത്തെ നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന കർത്താവെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയാചനം കേട്ട കൃപയ്ക്കായിട്ട് സ്തോത്രം. യേശു ക്രിസ്തു നാമത്തിൽ അഭിഷേകിക്കുന്ന കൃപയോടെ കേൾക്കുമാറാണ് പിതാവേ. ആമേൻ ആമേൻ. സ്തോത്രം. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടതിനായി ദൈവത്തിന് നമുക്ക് നന്ദിയോട് സ്തോത്രം അർപ്പിക്കാം. സ്തോത്രം സ്തോത്രം അനുഗ്രഹിക്കട്ടെ. അടുത്ത വിഷയങ്ങൾ പറയാം. പ്രൈസ് ലോർഡ്. ഞാൻ മേരി മാത്യു കുടുംബമായിട്ട് ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി ദൈവമക്കളുടെ പ്രാർത്ഥന ചോദിക്കുന്നു. എല്ലാ തടസ്സങ്ങളും മാറി ഞങ്ങളെ കുടുംബമായിട്ട് എൻ്റെ ഹസ്ബൻഡും കുഞ്ഞുങ്ങളും ഒക്കെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടാൻ വേണ്ടി ദൈവമക്കളെ പിന്നെയും പ്രാർത്ഥിക്കണം. പിന്നെ ഇന്ന് മുറ്റത്തിൻ്റെ പണി നടക്കുന്നുണ്ട്, അത് ക്ലിയർ ചെയ്ത് കിട്ടാൻ വേണ്ടി നമ്മുടെ നന്മ അത് നഷ്ടമാകാതെ വ്യക്തമായിട്ട് അത് നന്നായി ക്ലിയർ ചെയ്ത് തരാൻ വേണ്ടി ദൈവമക്കളെ പിന്നെയും പ്രാർത്ഥിക്കണം എന്ന് അപേക്ഷിക്കുന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് സജിനി. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയമാണ് എൻ്റെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം, എൻ്റെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കണം, അശ്വതിക്ക് അഡ്മിഷൻ ലഭിക്കണം, അശ്വൻ തോറ്റ വിഷയം എഴുതിയെടുക്കാനും ദൈവസഹവാസം ഒരുക്കണമെന്ന് ആ വിഷയങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം എന്ന് അപേക്ഷിക്കുന്നു. ഇനി ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ വേഗത്തിൽ പറയാം, നമ്മുടെ സമയം വേസ്റ്റ് ആക്കരുത്. ഓക്കെ, നമുക്ക് ഈ 2 വിഷയങ്ങളെ സമർപ്പിച്ച് ദൈവസന്നിധി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ മേരി മാത്യു പറഞ്ഞ വിഷയങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ ദിവസങ്ങളായിട്ട് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ സജിനിയുടെ കുടുംബത്തെ ഓർത്ത്
ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. 2 വിഷയങ്ങൾ ഏൽപ്പിച്ച് ഒരാൾക്ക് വേഗത്തിൽ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. പരിശുദ്ധനായ ദൈവമേ, നല്ല സ്വർഗീയ പിതാവേ, എന്റെ പ്രഭാത സമയത്ത് എന്റെ അപ്പന്റെ പാതവിടെ കടന്നു വരുവാൻ തക്കവണ്ണം, എന്റെ അപ്പച്ചനെ പാടി സ്തുതിപ്പാൻ തക്കവണ്ണം, അനേക വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം, എന്റെ അപ്പൻ ചെയ്ത എല്ലാ നന്മകൾക്കും ഉപകാരങ്ങൾക്കും നന്ദി ഏറ്റുവാൻ തക്കവണ്ണം ഒരവസരം കൂടി ജീവിതത്തിൽ ഒരുക്കി തന്നതിനായിട്ട് നന്ദിയോടെ സ്തോത്രപ്പിച്ച ദൈവമേ, കടന്നു വന്ന ഞങ്ങളെ ഓരോരുത്തരെയും അടിയനെയും കുടുംബമായിട്ട് തലമുറകളായിട്ട് യേശുവിന്റെ രക്തം കൊണ്ട് മുദ്രയിട്ട് ദൂതന്മാരുടെ കാവലെ ഞങ്ങളെ ഏൽപ്പിക്കുകയാണ്. അപ്പച്ച ഹല്ലേലൂയ. ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾ കടന്നു വന്നത് വ്യർത്ഥമായി തീരുവാൻ അനുവദിക്കാതെ ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹവും വിടുതലും ആശ്വാസവും സമാധാനവും സന്തോഷവും സൗഖ്യവും പ്രാപിച്ചവരായി എഴുന്നേൽപ്പാൻ തക്കവണ്ണം ഓരോ ദിവസവും ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്മേൽ വിജയത്തിന്റെ സാക്ഷ്യം കേൾപ്പാൻ തക്കവണ്ണം, എൻ്റെ അപ്പൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന വിശ്വാസത്തോടുകൂടി ഉറപ്പും ധൈര്യത്തോടുകൂടി പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം വീണ്ടും പ്രാർത്ഥനയുടെ ആത്മാവിനാൽ ഞങ്ങളെ നിറച്ചേറിയ കണ്ണുനീര് ആത്മഭാരം ഹൃദയം നുറക്കം ഈ ദിവസങ്ങളിൽ ഞങ്ങളുടെ ജീവിതത്തിൽ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിയന്റെ ജീവിതത്തിലെ ബലഹീന കുറവുകളൊന്നും ഓർക്കാതെ സ്വർഗത്തിലപ്പാ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്മേൽ ഞങ്ങൾ വിടുതലയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ പേര് പറയപ്പെട്ട വിഷയങ്ങൾക്കായി സ്തോത്രം. മേരിമത്യാന്റിക്കായി സ്തോത്രം. ഹല്ലേലൂയ. ദൈവമേ, പകൽക്കാലന്റെ മകളോട് മനസ്സലിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പച്ച ഹല്ലേലൂയ. ആരാധനയ്ക്കായി കടന്നു പോകുവാൻ തക്കവണ്ണം സ്വർഗമേ അങ്ങ് വഴിയും വാതിലും തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മത്യങ്ങളിനോട് ദൈവം സംസാരിക്കണം, ഇടപെടണം, വ്യക്തിപരമായി ഇടപെടണം. അപ്പച്ച ഹല്ലേലൂയ. നിന്റെ മന്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവെ അത്ഭുതം പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ എൻ്റെ കുടുംബവുമോ ഞങ്ങളെ ഹോവയെ സേവിക്കുമെന്ന് പറയുവാൻ തക്കവണ്ണം ഹല്ലേലൂയ. ദൈവമേ, ദിവസങ്ങൾ ദൈവപ്രവൃത്തി അങ്ങ് വെളിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ അപ്പന് അസാധ്യമായിട്ടൊന്നുമില്ലല്ലോ. ധനമായി കൊടുത്ത കുഞ്ഞുങ്ങളെ രണ്ടുപേരെയും കുടുംബമായിട്ട് തലമുറകളായിട്ട് യേശുവിൻ്റെ രക്തം കൊണ്ട് മുദ്രയിടുന്നു. അവരായിരിക്കുന്ന സ്ഥാനത്തെല്ലാം എൻ്റെ അപ്പൻ്റെ തങ്കച്ചിറകടിയിൽ സൂക്ഷിക്കണമേ. അവരെ ഹൃദയത്തിലും പരിശുദ്ധാത്മാവ് ഇടപെടണമേ, സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. എൻ്റെ മകളുടെ ശരാമദേഹികളെ ബലപ്പെടുത്തണം. എല്ലാ ശരീര ക്ഷീണങ്ങളിൽ നിന്നും അസ്വസ്ഥതകളിൽ നിന്ന് വിടുവിച്ച് പൂർണ്ണാരോഗ്യവും ബലവും കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. പ്രത്യാശയാൽ നിറച്ച് ഉറപ്പും ധൈര്യമുള്ളവളാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പാ, മുറ്റത്തിൻ്റെതായ പണിയുടെ വിഷയത്തിൽ സ്വർഗാത്ഭുതം പ്രവർത്തിക്കണം. അപ്പാ, എൻ്റെ കുഞ്ഞുങ്ങളുടെ നന്മയൊന്നും ശത്രുവായ വങ്കരങ്ങൾ എടുക്കുവാൻ അനുവദിക്കാതെ എല്ലാം സന്തോഷിതമായി ചെയ്തെടുപ്പാൻ തക്കവണ്ണം സ്വർഗമേ അങ്ങ് പരിശുദ്ധാത്മാവ് അത്ഭുതം പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സജീന സിസ്റ്റർക്കായി സ്തോത്രൻ്റെ മകളെയും കുടുംബമായിട്ട് അങ്ങ് അനുഗ്രഹിക്കണമേ. വളരെ നാളുകളായി ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം ദൈവമേ, കുഞ്ഞുങ്ങൾ രണ്ടുപേരെയും എൻ്റെ അപ്പൻ്റെ പാതപീഠത്തിലേക്ക് സമർപ്പിക്കുന്നു. അശ്വനായി സ്തോത്രം. ദൈവമേ, ആ പരീക്ഷയെല്ലാം എഴുതെടുക്കുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവും അവൻ്റെ ഹൃദയത്തിൽ ഇടപെടണമേ, സംസാരിക്കണമേ, ഉറപ്പും ധൈര്യമുള്ളവനാക്കി തീർക്കണം. അപ്പോൾ ബുദ്ധിയെ പ്രകാശിപ്പിച്ച് ഓർമ്മശക്തി കൊടുത്ത് സ്വർഗത്തിലെ ജ്ഞാനത്താൽ പൈതലിനെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന പച്ച. ദൈവമേ, പരീക്ഷയെല്ലാം എഴുതി ഉന്നതമായ വിജയം കൊടുത്ത് നല്ല ജോലി ഒരുക്കി കൊടുക്കണമേ, നല്ല ഭാവി ഒരുക്കി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശരിക്കായി സ്തോത്രം. പ്രിയ പൈതലിനോടും സ്വർഗം മനസ്സലിയണമേ. തക്ക സമയത്ത് നല്ല അഡ്മിഷനെല്ലാം ലഭിപ്പാൻ തക്കവണ്ണം ഹല്ലേലൂയ. തിരീതം തിരുവിഷ്ടം ഹല്ലേലൂയ പൈതലിന്റെ ജീവിതത്തിൽ നിറവേറ്റണമേ. എല്ലാ നന്മയ്ക്കാക്കി തീർക്കണോ അപ്പച്ച ഹല്ലേലൂയ. ദേശത്ത് ഹല്ലേലൂയ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബമായി തീരുവാൻ തക്കണം. ദൈവത്തെ സേവിക്കുന്നവരും സേവിക്കാത്തവരും തമ്മിലുള്ള വ്യത്യാസം കുഞ്ഞുങ്ങളിലൂടെ വെളിപ്പെടുവാൻ തക്കണം. ഞങ്ങളുടെ നാമോഹത്തോടുപ്പാൻ തക്കണം ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ 2 കുടുംബങ്ങളെയും അല്ലെ വിഷയങ്ങളെല്ലാം ഒരു പ്രാവശ്യം കൂടി എൻ്റെ അപ്പൻ്റെ പാതപീഠത്തിലേക്ക് സമർപ്പിക്കുന്നു. സ്വർഗത്തിലപ്പൻ ആത്മീയവും മാനസികവും ശാരീരികവും ബോധ്യവും എല്ലാ നിലകളിലും അനുഗ്രഹിക്കണമേ. പ്രാർത്ഥനയായിട്ടിരിക്കുക. സ്തോത്രം അനുമോഹത്തെടുക്കാൻ യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടതിനായി ദൈവത്തിന് നമുക്ക് നന്ദിയോടെ സ്തോത്രം അർപ്പിക്കാം. സ്തോത്രം 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 സ്തോത്രം. ഓർമ്മ ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. അടുത്ത വിഷയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വേഗത്തിൽ പറയണമേ. ഓക്കെ, ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് നമ്മളുടെ കോമൺ ആയിട്ട് കുറച്ച് പ്രാർത്ഥന വിഷയങ്ങൾ പറയുവാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ പ്രാർത്ഥനാ ധ്വനി സംരംഭത്തെ ദൈവകരങ്ങളിലേക്ക് സ്തോത്രത്തോടെ സമർപ്പിക്കാം. പാസ്റ്റർ ബെൻസൺ പാസ്റ്ററിനും ബിന്ദു സിസ്റ്ററിനും അവരുടെ ഫാമിലിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകാൽ ബിന്ദു സിസ്റ്ററിനെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. പൂർണ്ണമായ സൗഖ്യവും വിടുതലും വേഗത്തിൽ പ്രാപിപ്പാൻ ദൈവത്തിന്റെ പ്രവൃത്തി തന്റെ മക്കൾക്ക് വേണ്ടി വെളിപ്പെടുത്തുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ അവരുടെ ഭവനത്തില് സുനിധി ആന്റി കടന്നു വരുവാൻ ദൈവം സഹായിച്ചു. യാത്രയിൽ അല്പമായ ക്ലേശങ്ങളൊക്കെ നേരിട്ടു. ഒരു തലകറക്കവും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായി. എന്നാൽ ദൈവത്തിന്റെ സന്നിധിയിൽ കർത്താവ് അതിനൊക്കെയും വിടുതൽ കൊടുത്ത് ഭവനത്തിൽ എത്തുവാൻ ദൈവം കൃപ ചെയ്തു. വീണ്ടും തുടർന്നും ആരോഗ്യത്തോടും സൗഖ്യത്തോടും ആയുസ്സോടും ഒക്കെ ആ ഭവനത്തിലായിരിക്കാനും ശാരീരികമായ ക്ലേശങ്ങളിൽ നിന്നൊക്കെ പൂർണ്ണമായി വിടുവിപ്പാനും തന്റെ ഈ ഭവനത്തിലായിരിക്കുമ്പോൾ ഏറ്റവും അനുഗ്രഹത്തോടെ മുന്നേറുന്നതിന് വേണ്ടിയും അതുപോലെ തന്നെ ബിന്ദു സിസ്റ്റം
ദാനമായി കൊടുത്ത കുഞ്ഞുങ്ങളെ രണ്ടുപേരെയും സമർപ്പിച്ച് അവരുടെ പ്രാർത്ഥനയുടെ അതിരുകളെ കർത്താവ് വിശാലമാക്കുന്നതിന് വേണ്ടി ദൈവസന്നിധിയിൽ ഒരാൾക്ക് പ്രാർത്ഥിക്കാം. നല്ല അതിനോട് ചേർത്ത് തന്നെ രാവിലെ സമയത്തിനായി നിന്നെ സ്തുതിക്കുന്ന കർത്താവെ, സ്തോത്രം ചെയ്യുന്ന അപ്പ. രാവിലെ തോറും നിന്റെ ദയാരാത്രി ഓറിന്റെ വിശ്വസിക്കായി സ്തോത്രം കർത്താവെ അപ്പ. അതേമേ സ്തോത്രം ഞങ്ങളുടെ കുട്ടയമേ അനുഗ്രഹിക്കണമേ കർത്താവ്, സഹായിക്കണമേ അപ്പ. രാവിലെ കടന്നു നിന്റെ പാതപീഠത്തിലേക്ക് ഞങ്ങൾക്ക് ഓരോരുത്തരും കടന്നു വരുവാൻ ദൈവമേ സ്തോത്രം, കൃപ ചെയ്തതിനായി സ്തോത്രം. നിന്റെ മകളിലൂടെ പ്രസ്താവിച്ച വിഷയങ്ങൾക്കായി സ്തോത്രം കർത്താവ് അപ്പ. ദൈവമേ സ്തോത്രം. എന്തുവിനായ കുടുംബത്തിനായ കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥനാധ്വനി ദൈവമേ കൂട്ടായ്മയെ അനുഗ്രഹിക്കണമേ. വേണ്ടും അത് ദൈവമേ പല സ്ഥലങ്ങളിലും അതിൻ്റെ ശാഖകൾ തുടങ്ങുവാൻ തക്കത്തിൽ ദൈവമേ അത് ആത്മീയമായി ധാരാളം വർദ്ധിക്കത്തക്ക രീതിയിൽ ദൈവത്തിൻ്റെ കാര്യം പ്രവർത്തിക്കാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സ്തോത്രൻ്റെ മകളെ അനുഗ്രഹിക്കണമേ കർത്താവ്. നാളുകളായിട്ട് ദൈവമേ കുറേ ദിവസങ്ങളായിട്ട് എൻ്റെ വേദന അനുഭവിക്കുന്ന അവസ്ഥയിൽ നിന്ന് വിടിയേക്ക് മാറും പൂർണ്ണ വിരുദ്ധകളോടെ നമ്മൾ പുറത്തു വരുവാൻ തക്ക ദൈവം ക്രമേത്തു പ്രാർത്ഥിക്കും. ദൈവാസനെ അനുഗ്രഹിക്കണം. കുഞ്ഞുങ്ങളുടെ എക്സാം വിഷയങ്ങൾക്കുമല്ല ദൈവം കൂടെ ഇരുന്ന ദൈവം നല്ല വിജയം കൊടുത്ത് അനുഗ്രഹിക്കാൻ മാറണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവിൻ്റെ മാതാപിതാക്കളുടെ സൗകര്യമൊക്കെ യാത്രയിലായിരിക്കുന്നില്ല യാത്രയെ കൂടെ തക്ക സമയത്ത് ഭവനത്തിൽ എത്തിച്ചേരുവാൻ തക്ക ദൈവം ക്രമേത്വ പ്രാർത്ഥിയോടെ കുഞ്ഞുങ്ങളുടെ വിഷയങ്ങൾക്ക് മേലും ദൈവത്തിൻ്റെ നേട്ടുമാറും എൻ്റെ മകളെ സഹായിക്കാൻ വന്നത് കർത്താവ് അപ്പ. സൗകര്യത്തെ അനുഗ്രഹമാക്കണം ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവ്. പ്രത്യേക സുനിതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അവരുടെ മകളെ കർത്താവ് നാഥയാത്രയിലെ ബുദ്ധിമുട്ടുകളെല്ലാം മാറ്റി കൊടുത്ത് തക്ക സമയത്ത് ഭവനത്തിൽ എത്തിച്ചേരുവാൻ നിങ്ങളോട് തായിരിപ്പാൻ നിങ്ങളോടത്തേനെ സ്തോത്രം കർത്താവ്. കടന്നു വന്ന ഏത് ഉദ്ദേശത്തിനാണ് ഉദ്ദേശങ്ങൾക്ക് മേൽ ദൈവമേ പ്രവർത്തിക്കുമാറുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. കുഞ്ഞുങ്ങളെ സഹായിക്കാൻ വന്നെങ്കിൽ കർത്താവെ സ്തോത്രം. സഹായം ദൈവമേ നൽകുവാൻ സൗജന്യത്തെ സഹായിക്കുമാറുണ്ട് പ്രാർത്ഥികൾ. ഹൃദയത്തോടെ ഇടപെടുന്ന പൂർണ്ണാരോഗ്യത്തോടെ എൻ്റെ മകളായിരിക്കാൻ ദൈവം സഹായിക്കുമാറാണ്. പിന്നിന് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുവാൻ എൻ്റെ കുടുംബത്തിൽ അനുഗ്രഹമാക്കി തീർക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ സ്തോത്രൻ്റെ മകളും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട കർത്താവപ്പ. എല്ലാം കൊണ്ടും ദൈവമേ സ്തോത്ര കുടുംബം വിടിയിക്കപ്പെടുവാൻ എത്രമേം ദൈവമേ നാഥമേ സ്തോത്രം ദൈവമേ കൂട്ടായ്മ ഏറ്റെടുക്കുവാൻ തക്ക എൻ്റെ മകളെ പുറത്ത് കൊണ്ടുവരും ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവെ. രോഗികളുടെ മഹാവൈദ്യനായ ദൈവം തൊട്ട് അവർക്ക് സൗഖ്യം കൊടുക്കണം ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവെ സ്തോത്രം. കുടുംബമായിട്ട് കുഞ്ഞുങ്ങളായിട്ട് അനുഗ്രഹിക്കണം ദൈവാസിനെ അനുഗ്രഹിക്കണം കർത്താവ്. എല്ലാ ബലഹീനകൾക്കും നൽകണം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. പുണ്ണാരോഗ്യത്തോടെ ആയിരിക്കാൻ ദൈവസഹനത്തെ ആരാധനയെല്ലാം ദൈവസന്നിധിയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ കർത്താവ് ഏറ്റെടുത്ത ദൈവമേ അത് ഭംഗിയായി നിറവേറ്റുവാൻ തക്ക ദൈവം കൃപയുന്നതിനായി സ്തോത്രം. കടന്നു വരുന്ന ആത്മാക്കൾക്കും അതുപോലെ അനുഗ്രഹമാക്കുന്നതിനായി സ്തോത്രം കർത്താവ്. എല്ലാ പോരുകളും പോരാട്ടങ്ങളും ദൈവമേ സഭയെ വിടിക്കണം ദേശത്തെ വിടിക്കണം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അടിയന്റെ കുറവുകളൊന്നും ഓർക്കാണ് ദൈവമേ സ്തോത്രം. പ്രാർത്ഥിച്ച വിഷയങ്ങൾക്ക് മേലെ തന്നെ നീട്ടി വിടിക്കുന്നതിനായ സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം. മറുപടി കൊടുത്ത് ദൈവം അനുഗ്രഹിക്കുന്നതിനായ സ്തോത്രം. എല്ലാ യേശുക്രിസ്തുവിനെ തന്നെ ആമീൻ 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 ആമേൻ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടതിനായി ദൈവത്തിന് നമുക്ക് നന്ദിയോട് സ്തോത്രം അർപ്പിക്കാം. സ്തോത്രം 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 സ്തോത്രം. മേരി മത്തസിനെ ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. അത് തുടർന്ന് നമ്മുടെ തലമുറകൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ സന്നിധിയില് 10ാം ക്ലാസ്സില് +2 ആനുവൽ എക്സാം എഴുതുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അതുപോലെ നമ്മുടെ കൗമാരക്കാരായിരിക്കുന്ന എല്ലാ മക്കളെയും ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. യൗവനക്കാരായിരിക്കുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കാം. എല്ലാറ്റിലും ഉപരിയായി ദൈവത്തിന്റെ സ്നേഹത്തിൽ വളരുവാനും ദൈവിക പ്രവർത്തനങ്ങളിൽ ഒക്കെ കുഞ്ഞുങ്ങളെ ആഗ്രഹം പ്രകടിപ്പിക്കാനും അതുപോലെ തന്നെ പൈതൽ പ്രായം മുതൽ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ആത്മീയമായി നല്ല പോഷണമുള്ളവരായിട്ട് വളരും. പക്ഷേ കൗമാരത്തിലും യൗവനത്തിലും ആകുമ്പോൾ അവരെ ഗ്രാജുവലി പിന്മാറിപ്പോകുന്ന ഒരു അവസ്ഥയാണ് നാം ഇന്ന് കാണുന്നത്. ദൈവകൃപയിൽ ആശ്രയിക്കുന്ന കുഞ്ഞുങ്ങൾ അവർക്ക് പല പല സംശയങ്ങളാണ്. സഭയിൽ അന്യഭാഷയിൽ ആരാധിക്കുന്ന മറ്റുള്ളവർ ആരാധിക്കുമ്പോൾ അവർ പുറത്തിറങ്ങി അവര് ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ കാണുമ്പോൾ അത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടുന്നതാണോ, അങ്ങനെ നടത്തപ്പെടാമോ, അങ്ങനെയൊക്കെയുള്ള ഓരോ വിവിധ സംശയങ്ങളുടെ മുനകളിലാണ് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ആയിരിക്കുന്നത്. അതുപോലെ തന്നെ ചെറിയ പ്രായത്തിൽ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾ കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങളൊക്കെ മാധ്യമങ്ങളിൽ കൂടി നമ്മൾ കാണുന്നുണ്ടല്ലോ. നമ്മുടെ കർത്താവിനോട് പ്രാർത്ഥിക്കല്ലാതെ നമുക്ക് യാതൊരു നിവൃത്തിയുമില്ല. അവർക്ക് ഉപദേശത്തിന് കൊടുക്കുന്നതിന് പരിധിയുണ്ട്, അവരെ ഏറ്റെടുക്കുന്നതിന് ഒരു പരിധിയുണ്ട്. എന്നാൽ ദൈവത്തിന്റെ സന്നിധിയിൽ ഇതിനെല്ലാം പരിധിയില്ലാതെ പ്രവർത്തിക്കുവാൻ നമ്മുടെ ദൈവത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. കർത്താവിന്റെ സന്നിധിയിൽ നശിച്ചു പോകുന്ന നമ്മുടെ തലമുറകൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവസന്നിധിയിൽ എക്സാം എഴുതുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. കുഞ്ഞുങ്ങളും നല്ല അനുസരണത്തോടും ദൈവഭയത്തോടും സഭയിലും പുറത്തും മാതൃകയുള്ളവരായി തീരുവാൻ സ്വർഗത്തിലെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ സമർപ്പിച്ച് ഒരാൾക്ക് വേഗത്തിൽ പ്രാർത്ഥിക്കാം. സ്തോത്രം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, നല്ലതും വിലർതുമായ കർത്തൃദിവസത്തിന്റെ പ്രഭാതത്തിനായിട്ട് രംഗെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്ന കഴിഞ്ഞ കാലം കർത്താവെ ഞങ്ങൾ ഓരോരുത്തരുടെ കാത്തു പരിപാലിച്ച് വീണ്ടും ഒരു പ്രഭാതം കൂടി ദാനമായി തന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, തിരുസനയിലേറെ നിങ്ങൾ താഴ്ചകൾ ഞങ്ങളുടെ ജീവിതത്തിലെ കുറവശങ്ങളെല്ലാം വിഷമിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്മേൽ കർത്താവെ
ഒന്നും തടസ്സമായിരിക്കാൻ ദൈവം അനുവദിക്കരുതെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തോത്രം കർത്താവെ. ഞാൻ പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങളെ എല്ലാം പേരുപേരാവണം ദൈവങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ ദൈവമേ സ്തോത്രം. നല്ല രീതിയിൽ പരീക്ഷ നല്ല ബുദ്ധി മണ്ഡലങ്ങളെ ദൈവം തുറന്നു കൊടുക്കണേ. ബുദ്ധി മണ്ഡലങ്ങളെ ദൈവം പ്രകാശിക്കുമാറ. നല്ല പരിജ്ഞാനത്തോടെ പരീക്ഷ എഴുതുവാൻ ദൈവമേ കുഞ്ഞുങ്ങളെ സഹായിക്കണം. മറ്റൊരു ചിന്തകളൊന്നും ദൈവമേ കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിൽ കടന്നുകൊടുവാൻ ദൈവം അനുവദിക്കരുന്ന് പ്രാർത്ഥിക്കുന്നു. പരീക്ഷയുടെ സമയങ്ങളിൽ അതിനുവേണ്ടി മാത്രം ശ്രദ്ധയൊന്ന് ദൈവമേ നല്ല രീതിയിൽ എഴുതുവാനുള്ള കൃപ ദൈവം കുഞ്ഞുങ്ങൾക്ക് പകർന്നു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നത് കർത്താവേ. റിസൾട്ട് വരുമ്പോൾ നല്ല ദൈവമേ റിസൾട്ട് അനുകൂലമായി തീരുവാൻ ദൈവമേ നീ സഹായിക്കണമെന്ന് അടിയങ്ങളോട് പ്രാർത്ഥിക്കുന്നത് കർത്താവേ. ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാണ്. അത് ആചരിക്കുന്നവർക്ക് നല്ല ബുദ്ധിയാണ് നിങ്ങളുടെ തിരുവചനമുണ്ട് കർത്താവേ. ആകിയാൽ ജ്ഞാനത്തോടെ പരിജ്ഞാനത്തോടെ സുബോധത്തോടെ എന്ന് പരീക്ഷയുള്ള കൃപ എന്റെ കുഞ്ഞുങ്ങളുടെ മേൽ പകരണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവിലെ ചിന്തകളൊന്നും അലട്ടാതെ എന്റെ കുഞ്ഞുങ്ങളെ ഓരോരുത്തരെയും ദൈവമേ ദൈവം കാക്കുകയും പരിപാലിക്കുകയും ചെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. കർത്താവെ കൗമാരപ്രായ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ ദൈവമേ സ്വതേ ദുഷ്ടത നിറഞ്ഞ ലോകത്തിൽ ജീവിക്കണമേ. ദൈവത്തിന്റെ കൃപയില്ലാതൊന്നും സാധ്യമല്ല കർത്താവെ. ആകയാൽ കർത്താവെ ദൈവമേ ദൈവം ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം. കർത്താവ് കുഞ്ഞുങ്ങളെ കർത്താവ് പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുക്കാതെ അവരുടെ ലോകത്തിലേക്ക് ദൈവമേ നടന്നു പോകുന്ന ഒരു അവസ്ഥയാണ് കർത്താവ്. എന്നാൽ ദൈവമേ സ്തോത്രം ഓരോ കുഞ്ഞുങ്ങളും ദൈവസഭയ്ക്കും കുടുംബത്തിനും ദേശത്തിനും കർത്താവൊക്കെയും അനുഗ്രഹമായി തീരുവാൻ ദൈവമേ നീ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവിനോട് കുഞ്ഞുങ്ങളാരും നഷ്ടപ്പെട്ടു പോകാൻ കർത്താവേ നീ അനുവദിക്കരുതെന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ കൃപയാൽ നീ സൂക്ഷിക്കണമേ, നീ പരിപാലിക്കണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓരോരും കർത്താവ് ലോകമോഹങ്ങളിലോ ഇമ്പങ്ങളിൽ നമ്മളെ ചെലൊന്നും വഴുതി പന്തിവിടെയാക്കല്ലേ കർത്താവിനെ. കുഞ്ഞുങ്ങൾ ലോകത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് മറ്റത്തിനും മയക്കുന്നതിനും കർത്താവെ ലോകപരമായ എല്ലാ കർത്താവ് വിളച്ചതുകളിലുമായിരിക്കുന്ന അവസ്ഥയാണ് കർത്താവ്. എന്നാൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ എല്ലാം ദൈവമേ ഞങ്ങളുടെ തങ്കച്ചിറകളിൽ ദൈവമേ ദൈവം മറിച്ചു കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. ദൈവമേ സ്വതന്ത്രം പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുക്കാനുള്ള ഒരു ബുദ്ധി അവർക്ക് കൊടുക്കണമേ. അലസരായ അതിന് തീരുമാനം ദൈവമേ അനുവദിക്കരുതേ എന്നൊക്കെ അങ്ങോട്ട് പ്രാർത്ഥിക്കാണ് കർത്താവെ. പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം ജീവിച്ചിരിക്കുന്ന ദൈവമാണല്ലോ. എന്റെ കർത്താവിന്റെ സന്നിധാനത്തിൽ കർത്താവ് ഭയത്തോടെ വിറയലോടെ കർത്താവെ ദൈവമേ സ്വതന്ത്ര ഏകാഗ്രതയോടെ ഇരുന്ന് എന്റെ അരുമനാഥനെ പാടുവാനും പ്രാർത്ഥിപ്പാനും ആരാധനയിൽ കർത്താവെ ദൈവമേ ഹത്തുള്ളവരായി തീരുമാനം ഒക്കെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓരോരുത്തരും ദൈവമേ നീ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ കർത്താവെ സകല വിഷയങ്ങളെ അപ്പന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന കർത്താവ് പരീക്ഷിക്കുന്ന കുഞ്ഞുങ്ങളെ ഞങ്ങളുടെ പ്രായമുള്ള കുഞ്ഞുങ്ങളെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എന്റെ കർത്താവ് പ്രാർത്ഥന കേട്ട് മറുപടി സ്തോത്രം യേശുവിന്റെ നിങ്ങളുടെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടതിനായി ദൈവത്തിന് നന്ദിയോട് സ്തോത്രം അർപ്പിക്കാം. സ്തോത്രം 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 സ്തോത്രം. സൈന്യസിന് ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. അടുത്ത പ്രാർത്ഥനാ വിഷയങ്ങൾ പറയുന്നത് ഇന്ന് പകൽക്കാലം നടക്കുന്ന വിശുദ്ധ ആരാധനയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ലോകമ്പാട് നടക്കുന്ന കൂട്ടായ്മകളെ ഏറ്റവും അനുഗ്രഹിക്കപ്പെടുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. സംഘടന വ്യത്യാസമില്ലാതെ വണ്ണം എല്ലാ സഭകളും അനുഗ്രഹിക്കപ്പെടുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്തദാസന്മാരെ അവരുടെ കുടുംബങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ നിരപരാധികളായി ജയിലിലടയ്ക്കപ്പെട്ട നമ്മുടെ ദൈവദാസന്മാരെ കുടുംബങ്ങളെ ദൈവകരങ്ങളിലേക്ക് സ്തോത്രത്തോടെ നമുക്ക് സമർപ്പിക്കാം. അതുപോലെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കഷ്ടം അനുഭവിക്കുന്ന അനേകരുണ്ട്. പലയിടങ്ങളിലും പല സംസ്ഥാനങ്ങളിലും അതുപോലെ ഒത്തിരി പ്രതികൂലങ്ങളും പ്രയാസങ്ങളും ഉണ്ട്. അതൊക്കെ ആലയങ്ങൾ അടയ്ക്കപ്പെട്ട അവസ്ഥകളുണ്ട്. അവിടെയൊക്കെ ഓൺലൈൻ ആരാധനകളൊക്കെ നടക്കുന്നതായിട്ടൊക്കെ കേൾക്കുവാൻ കഴിയുന്നു. അതുപോലെ ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു കയറി കിടക്കാൻ ഒരു വീടില്ലാതെ, മാറി കൊടുക്കാൻ ഒരു വസ്ത്രമില്ലാതെ, ഒരു രണ്ടു നേരം തന്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു ഭക്ഷണം കൊടുക്കുവാൻ കഴിയാതെ അനേകർ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കഷ്ടപ്പെടുന്നുണ്ട്. പക്ഷെ ഒരു സൈഡിൽ മറു സൈഡിൽ നമ്മുടെ ഭക്ഷണങ്ങളെ നമുക്ക് വേണ്ടാതെ വണ്ണം ആയിരിക്കുന്ന അവസ്ഥയിലായിരിക്കുന്നവരും ഉണ്ട്. എന്നാൽ ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവം തന്നിരിക്കുന്ന സമൃദ്ധിയെ ഓർത്തും ദൈവം അവരെ അതുപോലെ കഷ്ടത നടത്തുന്നതിനു വേണ്ടിയും ദൈവകരങ്ങളിലേക്ക് നമുക്ക് സ്തോത്രത്തോടെ സമർപ്പിച്ച് ഒരാൾക്ക് വേഗത്തിൽ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം വിശുദ്ധനാഥമേ സ്വർഗ്ഗപിതാവേ നന്ദിയോട് സ്തുതിക്കുന്ന നല്ല പ്രഭാത സമയത്തിനായി സ്തോത്രം കർത്താവേ. ദൈവമേ പറയപ്പെട്ട വിഷയത്തെ സ്തോത്രത്തോടെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്ന വിശുദ്ധ ആരാധനയ്ക്കായി സ്തോത്രം കർത്താവേ. ഇന്ന് പകല് കർത്താവ് നടത്തിയ വിധങ്ങളെ ഓർത്ത് നന്ദിയുള്ളവരായ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ആരാധിപ്പാൻ ദിവസങ്ങളെ ഓരോരുത്തരെയും സഹായിക്കുന്ന ഇടങ്ങളിലെല്ലാം കർത്താവെ ആരാധന ഏറ്റവും അനുഗ്രഹിക്കപ്പെടുവാൻ ദൈവം സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അമ്മ അനുഗ്രഹിക്കപ്പെട്ട കൂട്ടായ്മകൾ ഞങ്ങൾക്ക് ഇന്ന് പകൽ നൽകി തെരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. വടക്കേന്ത്യക്കായി സ്തോത്രം. അവിടെ കഷ്ടപ്പെടുന്ന ഭാരപ്പെടുന്ന കർത്തദാസന്മാരുണ്ട്, ദൈവജനമുണ്ട്. അവരെല്ലാം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഞങ്ങളുടെ നാമം നിമിത്തം പീഡിപ്പിക്കപ്പെടുന്നവരുണ്ട്, ജയിലുകളിലായിരിക്കുന്നവരുണ്ട് കർത്താവെ. സ്തോത്രം. പട്ടിണിയിലൂടെ കർത്താവെ സ്തോത്രം ഹാലിൽ കയറി കിടക്കുവാൻ വീടില്ലാതെ, മാറി ഉടുക്കുവാൻ ഒരു വസ്ത്രമില്ലാതെ കർത്താവെ, വേണ്ടുന്ന ആഹാരങ്ങളൊന്നുമില്ലാതെ കർത്താവെ, അങ്ങനെയൊക്കെ വിവിധമായ നിലകളിലൂടെ
കഷ്ടത്തിലും ഭാരത്തിലും വേദനയിലും ഒക്കെ ആയിരിക്കും ഞങ്ങളുടെ ജനത്തിനായി സ്തോത്രം. കർത്താവരോടൊക്കെ ദൈവം മനസ്സിലിയണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അടക്കേണ്ട എല്ലാ പ്രവർത്തനങ്ങളെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ സ്തോത്രം. പ്രതികൂല സാഹചര്യങ്ങളിലൂടെ കർത്താവെ, പ്രതികൂല കാലാവസ്ഥയിലൂടെയൊക്കെ കർത്താവിന്റെ നാമമഹത്വത്തിനായി നിൽക്കുന്ന ഞങ്ങളുടെ ജനത്തോട് കർത്താവിന് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അവരിലൂടെ വൻ കാര്യങ്ങളെ ദേശങ്ങളിലൊക്കെ ദൈവം ചെയ്തെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന അനേകരെ ദൈവത്തെങ്കിലേക്ക് ആദായപ്പെടുത്തുവാൻ ദൈവം സഹായിക്കണം. ജലറുകളായിരിക്കുന്നവരെ വേഗത്തിൽ പുറത്തു കൊണ്ടുവരുമാറാകണമേ കർത്താവെ. നിയമ നടപടികളൊക്കെയും കർത്താവ് അവർക്ക് അനുകൂലമാക്കി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്, ദൈവജനത്തിന് അനുകൂലമായ വിധികളൊക്കെ ആമേ ഭരണാധികാരികളിൽ നിന്ന് പുറപ്പെടുവാൻ സ്വർഗം ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഹാലിൽ എല്ലാ വിഷയത്തെയും സമർപ്പിക്കുന്ന കർത്താവെ, ദൈവം അനുഗ്രഹിക്കണമേ, സഹായിക്കണം. പ്രാർത്ഥിക്കുന്ന എല്ലാ വിഷയങ്ങൾക്കും ദൈവം മറുപടി അയക്കണമേ. ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളെയും ഭരണകൂടങ്ങളെയും കർത്താവെ, നീതിന്യായ കോടതികളെ എല്ലാം ദൈവകരങ്ങളിൽ ഞങ്ങൾ ഏൽപ്പിക്കുകയാണ് കർത്താവെ. ദൈവനീതിയോടെ ഭരിപ്പാനവരെ എല്ലാം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ദൈവജനത്തിന് അനുകൂലമായ വിധികൾ അവരിൽ നിന്ന് പുറപ്പെടുവാൻ സ്വർഗം ഇടയാക്കണം ന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, പൊന്നുകരങ്ങളിലേക്ക് പ്രഭാത സമയത്ത് ഞങ്ങളെ വിഷയങ്ങളെ ഏൽപ്പിച്ചു തരികയാണ്. സ്വർഗം ഏറ്റെടുത്ത് നന്നായി നല്ല മറുപടികളെ തന്ന ദിവസങ്ങൾ ഞങ്ങളെ ആദരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിച്ച സകല വിഷയങ്ങൾ മേലും കർത്താവ് മറുപടി അയച്ചിരിക്കാലും സ്തോത്രം. പ്രാർത്ഥന കേട്ടിരിക്കാലും സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടതിനായി ദൈവത്തിന് നമുക്ക് നന്ദിയോട് സ്തോത്രം അർപ്പിക്കാം. സ്തോത്രം, 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 സ്തോത്രം. ആൻസിന്റെ ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. അടുത്ത് നമുക്ക് എത്രത്തോളം ദൈവസന്നിധിയിലായിരിക്കാൻ ദൈവം നമ്മളെ സഹായിച്ചു. നമ്മൾക്ക് അല്പസമയം അടുത്തതായിട്ട് വചനം കേൾക്കേണ്ടതുണ്ടല്ലോ. ആയതിനാൽ ഞാൻ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. യഹോവ എന്റെ പ്രാർത്ഥനയും യാചനകളും കേട്ടതുകൊണ്ട് ഞാൻ അവനെ സ്നേഹിക്കുന്നു. അവൻ തന്റെ ചെവി അങ്കിലേക്ക് ചായച്ചതുകൊണ്ട് ഞാൻ ജീവകാലമൊക്കെയും അവനെ വിളിച്ചപേക്ഷിക്കുമെന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ കർത്താവെ, ഞങ്ങളുടെ പാദപീഠത്തിൽ ദൈവത്തിന്റെ സന്നിധിയിൽ കർത്താവെ ഞങ്ങൾക്ക് എത്രത്തോളം ആയിരിക്കാൻ ദൈവം സഹായിച്ചതോർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവിന്റെ സന്നിധിയിൽ ഞങ്ങളുടെ വിഷയങ്ങളെയൊക്കെ കർത്താവ് അങ്ങ് ഏറ്റെടുത്തതിനാൽ നന്ദി പറയട്ടെ. കർത്താവെ, ഞങ്ങളുടെ സന്നിധിയിൽ ഞങ്ങളുടെ ഈ പ്രാർത്ഥന കർത്താവെ, ഹല്ലേലൂയ രാവിലത്തെ പ്രാർത്ഥന, അതുപോലെ ഈവനിങ്ങലത്തെ പ്രാർത്ഥന എല്ലാം അനുഗ്രഹമായി തരുവാൻ തക്കണ ദൈവം സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇതിന്റെ കർത്താവെ എല്ലാം നേതൃത്വം വഹിക്കുന്നവരെ ദൈവകരങ്ങളിലേക്ക് സ്തോത്രത്തോടെ സമർപ്പിക്കട്ടെ. പ്രാർത്ഥിച്ച് സഹായിച്ച എല്ലാവരെയും ദൈവനാമത്തിൽ അനുഗ്രഹിക്കുന്നു. പരിശുദ്ധന്റെ കരങ്ങൾ സകലത്തിന് ഞങ്ങൾക്ക് വേണ്ടി വലിയവ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ സന്നിധിയിലേക്ക് ഒരിക്കൽ കൂടി കർത്താവിന്റെ സഭാസന കുടുംബത്തെ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ദൈവീയ കൃപയുടെ മറവിൽ കർത്താവെ, തന്റെ കർത്താവേക്ക് പ്രവർത്തനങ്ങളെ മറക്കണമേ. പരിശുദ്ധന്റെ കരങ്ങളിൽ തന്റെ ദാസിക്ക് പൂർണ്ണ സൗഖ്യം വിടുതൽ നൽകിയിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. എന്റെ ദൈവത്താളുടെ കർത്താവെ, സകലത സാധ്യമാകിയാൽ നന്ദി പറയട്ടെ. അപ്പന്റെ തിരുകൃപ സകലത്തിലും കൂടിയിരിക്കണം. പ്രാർത്ഥനയ്ക്ക് കർത്താവെ, ഹല്ലേലൂയ ദൈവമേ, പ്രാർത്ഥിച്ച് സഹായിച്ച എല്ലാവരെയും അങ്ങയുടെ നാമത്തിൽ കർത്താവ് ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി വാഴ്ത്തുന്നു. യേശു ക്രിസ്തുവിന്റെ മഹത്വമുള്ള നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്തദാസി ദൈവം ധാരാളം അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ പ്രാർത്ഥന ലീഡ് ചെയ്യുവാൻ കർത്താവ് സഹായിച്ചല്ലോ. പ്രാർത്ഥനയിൽ സഹായിച്ച മറ്റുള്ളവരെല്ലാം കർത്താവ് ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാവിലെ കാലം കർത്താവിനെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഈ ഓൺലൈൻ മാധ്യമത്തിലൂടെ ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൽ വന്ദനത്തെ രാവിലെ കാലം അറിയിക്കട്ടെ. പാസ്റ്റർ ബെൻസൺ ഡാനിയൽ കുടുംബം, പ്രിയ സാജു ബ്രദറ്, മറ്റ് കർത്തദാസന്മാരെ എല്ലാവരെയും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ഇന്ന് രാവിലെ കാലം ദിവസത്തിലായിരിക്കുന്ന നമ്മുടെ എല്ലാം ജീവിതത്തിൽ അനുഗ്രഹത്തിനും ആശ്വാസത്തിനും കാരണമായി തീരട്ടെ. പ്രാർത്ഥിക്കുവാൻ നമുക്ക് വീണ്ടും അനേക വിഷയങ്ങളുണ്ട്. സമയത്തിന്റെ പോരായ്മ ഉണ്ടെന്നറിയാം. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. വിധങ്ങളായ വിഷയങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുവാൻ ദൈവം വീണ്ടും അവസരങ്ങളെ തരട്ടെ എന്ന് ആമേൻ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. സ്തോത്രം. നമുക്ക് ആമേൻ ഇന്ന് രാവിലെ കാലം വിശുദ്ധ ദിവസത്തിന്റെ രാവിലെ കാലമാണല്ലോ. പലയിടങ്ങളിൽ എല്ലാവർക്കും ആരാധനയ്ക്ക് വേണ്ടി കടന്നു പോകേണ്ട ദിവസമാണ്. അവിടെ ചെന്ന് കർത്താവിനെ ആരാധിക്കണം, ദൈവവചനം കേൾക്കണം. ആമേൻ. സ്തോത്രമെങ്കിലും രാവിലത്തെ കൂടിയവരവിൽ സ്തോത്രം ഹല്ലേലൂയ ഒരു വചനം വായിച്ച് ആമേൻ സ്തോത്രം ഹല്ലേലൂയ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാൻ താല്പര്യപ്പെടുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷം അതിന്റെ 9-ാം അധ്യായം 28 തൊട്ട് 32 വരെയുള്ള വാക്യങ്ങൾ. ലൂക്കോസ് 9-ാം അധ്യായം, ലൂക്ക് ചാപ്റ്റർ 9 വേഴ്സ് 28 to 32. ലൂക്കോസ് 9-ന്റെ 28 തൊട്ട് 32 വരെയുള്ള വാക്യങ്ങൾ ഞാൻ തന്നെ വായിക്കുന്നു. ഈ വാക്കുകളെ പറഞ്ഞിട്ട് ഏകദേശം 8 നാൾ കഴിഞ്ഞപ്പോൾ അവൻ പത്രോസിനെയും യോഹന്നാനെയും യാക്കോബിനെയും കൂട്ടിക്കൊണ്ട് പ്രാർത്ഥിക്കുവാൻ മലയിൽ കയറിപ്പോയി. അവൻ പ്രാർത്ഥിക്കുമ്പോൾ മുഖത്തിന്റെ ഭാവം മാറി ഉടുപ്പ് മിന്നുന്ന വെള്ളയായി തീർന്നു. 2 പുരുഷന്മാർ അവനോട് സംഭാഷിച്ചു, മോശയും ഏലിയാവും തന്നെ. അവർ തേജസ്സിൽ പ്രത്യക്ഷനായി അവൻ യെരൂശലേമിൽ പ്രാപിക്കുവാനുള്ള നിര്യാണത്തെക്കുറിച്ച് സംസാരിച്ചു. പത്രോസും കൂടെയുള്ളവരും ഉറക്കത്തിൽ ഭാരപ്പെട്ടിരുന്നു.
ഉണർന്ന ശേഷം അവന്റെ തേജസ്സിനെയും അവനോടുകൂടെ നിൽക്കുന്ന 2 പുരുഷന്മാരെയും കണ്ടു. സ്തോത്രം. നമുക്ക് വളരെ സുപരിചിതമായ ഒരു വേദഭാഗമാണ് വായിച്ചത്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷയുടെ 3.5 വർഷത്തെ കാലയളവിന്റെ ഇടയിൽ കർത്താവിന്റെ ശിഷ്യന്മാരുമായി സ്തോത്രം ഹല്ലേലൂയ ആയിരിക്കുമ്പോൾ സംഭവിച്ച ഒരു കാര്യത്തെ പറ്റിയാണ് തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. സ്തോത്രം. കർത്താവിന് 12 ശിഷ്യന്മാരുണ്ടായിരുന്നെങ്കിലും ആ 12 ശിഷ്യന്മാരിൽ സ്തോത്രം 2 ഗ്രൂപ്പ് ഉണ്ടായിരുന്നു എന്ന് വചനം പഠിക്കുമ്പോൾ കാണാനായിട്ട് സാധിക്കുന്നു. നമ്മൾ ഇന്ന് കാണുന്ന സഭകളിലുള്ള ഗ്രൂപ്പും പാനലും ഒന്നുമല്ല, അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. കർത്താവ് അവരെ സ്തോത്രം 9-3 ആ രീതിയിലാണ് ദൈവനം പഠിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആദ്യത്തെ 9 പേരെ എല്ലാ കാര്യങ്ങളിലും ഒന്നും ഉൾപ്പെടുത്തിയിരുന്നില്ല. എന്നാൽ രണ്ടാമത്തെ വിഭാഗത്തിലുള്ള 3 പേർ സ്തോത്രം അത് അവർ വില കൊടുത്ത് കർത്താവിന്റെ പുറകെ പോയവരാണ്. ഞാൻ അതിന്റെ പിന്നിലേക്കൊന്നും പോകുന്നില്ല. പത്രോസ്, യാക്കോബ്, യോഹന്നാൻ. സ്തോത്രം. ഇവരെ മറ്റു പല ഭാഗങ്ങളിൽ ഇവരെ പറ്റി ഉദ്ധരിച്ചിരിക്കുന്നത് കർത്താവിന്റെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വിഷയങ്ങളിൽ പല വിഷയങ്ങൾ മറ്റുള്ളവരോട് പറയാൻ പറ്റാതിരിക്കുമ്പോൾ ഇവരെ 3 പേരെ തെരഞ്ഞെടുത്തു കൊണ്ടുപോയി അവരോട് സംസാരിക്കുന്നതും അവരോട് ഇടപെടുന്നതും ഒക്കെ കാണുവാനായിട്ട് സാധിക്കുന്നു. അങ്ങനെ ഉള്ള ഒരു സംഭവത്തെയാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കർത്താവ് ശുശ്രൂഷ ചെയ്ത് മുന്നോട്ട് വരുന്നു. നമുക്ക് അതിന്റെ മുന്നോട്ടുള്ള വാക്യം മുൻപിലുള്ള അധ്യായം വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ സ്തോത്രം ഹല്ലേലൂയ കർത്താവിന്റെ നിര്യാണത്തെക്കുറിച്ചും മനുഷ്യപുത്രൻ സഹിക്കേണ്ട കഷ്ടങ്ങളെ പറ്റിയും മഹാപുരോഹിതന്മാർ ശാസ്ത്രിമാരൊക്കെ തള്ളിക്കളയുന്ന സ്തോത്രം ഹല്ലേലൂയ എന്നുള്ള വിഷയങ്ങളെ പറ്റി 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കും എന്നുള്ള വിഷയങ്ങളെ പറ്റിയൊക്കെ കർത്താവ് എല്ലാവരോടും പറഞ്ഞു. 12 പേരിൽ നിൽക്കുമ്പോൾ തന്നെ പറഞ്ഞു. സ്തോത്രം. എന്നാൽ അവരെ 9 പേരെ മലയുടെ അടിവാരത്തിൽ നിൽക്കുവാൻ പറഞ്ഞിട്ട് 3 പേരെയും കൊണ്ട് കർത്താവ് മലയുടെ മുകളിലേക്ക് കടന്നുപോയി. സ്തോത്രം ഹല്ലേലൂയ. അത് പത്രോസ്, യോഹന്നാൻ, യാക്കോബ്. അവിടെ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഏകദേശം 8 നാൾ കഴിഞ്ഞപ്പോൾ മുന്നോട്ടുള്ള കാര്യങ്ങൾ, ശിഷ്യത്വത്തിന്റെ വ്യവസ്ഥകള്, കർത്താവ് പീഡ അനുഭവിക്കേണ്ട വിഷയങ്ങള്, ഇത്യാദി കാര്യങ്ങളെല്ലാം പറഞ്ഞ ശേഷം സ്തോത്രം 9 പേരെ താഴെയാക്കിയിട്ട് 3 പേരെയും കൊണ്ട് മുകളിലേക്ക് കടന്നുപോയി. അവിടെ പ്രാർത്ഥിക്കുവാൻ ആണ് അവരെയും കൊണ്ട് കടന്നുപോയത്. സ്തോത്രം ഹല്ലേലൂയ. എന്നാൽ എന്നെ ചിന്തിപ്പിച്ചതായിട്ടുള്ള കാര്യം 29-ാമത്തെ വാക്യങ്ങൾ വായിക്കുമ്പോൾ അവൻ പ്രാർത്ഥിക്കുമ്പോൾ മുഖത്തിന്റെ ഭാവം മാറി ഉടുപ്പ് മിന്നുന്ന വെള്ളയായി തീർന്നു. സ്തോത്രം ഹല്ലേലൂയ. ഇന്ന് രാവിലെ കാലം സ്തോത്രം നാം പ്രാർത്ഥനയ്ക്ക് വേണ്ടിയാണ് ദൈവസന്നിധിയിലായിരിക്കുന്നത്. സ്തോത്രം. വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ പ്രാർത്ഥനയുടെ സമയത്ത് സംഭവിച്ച കാര്യങ്ങളെ പറ്റിയാണ് എഴുതിയിരിക്കുന്നത്. പ്രാർത്ഥിക്കുമ്പോൾ ചില ഭാവഭേദങ്ങൾ, ചില വ്യത്യാസങ്ങൾ സംഭവിച്ചു എന്ന് എഴുതി രേഖപ്പെടുത്തിയിരിക്കുന്നു. സ്തോത്രം ഹല്ലേലൂയ. ഇന്ന് രാവിലെ കാലം നാം പ്രാർത്ഥിക്കുമ്പോൾ സ്തോത്രം ഹല്ലേലൂയ രാവിലെ കാലം പ്രാർത്ഥിക്കുമ്പോൾ മാത്രമല്ല, നമ്മുടെ പ്രാർത്ഥനകളിൽ സ്തോത്രം ഹല്ലേലൂയ എന്തെങ്കിലും ഭാവഭേദങ്ങൾ നമുക്ക് ഉണ്ടാകാറുണ്ടോ? സ്തോത്രം. അതോ നമ്മൾ ഹല്ലേലൂയ സ്തോത്രം ചില വിഷയങ്ങളെ പറഞ്ഞു പ്രാർത്ഥിക്കുന്നു. സ്തോത്രം ഹല്ലേലൂയ. പൗലോസ് പറയുന്നത്, ഞാൻ ആത്മാവിലും പ്രാർത്ഥിക്കും, ഞാൻ ബുദ്ധിയിലും പ്രാർത്ഥിക്കും. സ്തോത്രം ഹല്ലേലൂയ. ഇവിടെ പറയുന്നത് കർത്താവ് പ്രാർത്ഥിച്ചു തുടങ്ങി. സ്തോത്രം ഹല്ലേലൂയ. ബുദ്ധിയിലായിരിക്കും പ്രാർത്ഥിച്ചു തുടങ്ങിയത്, എന്നാൽ പ്രാർത്ഥിക്കുമ്പോൾ തന്റെ ഭാവം മാറി. സ്തോത്രം ഹല്ലേലൂയ. ഹല്ലേലൂയ. അവിടെ പറഞ്ഞിരിക്കുന്നത് ഹല്ലേലൂയ സ്തോത്രം, he was praying, the appearance of his face become different. കർത്താവിന്റെ ഭാവം ഭേദം, മുഖത്തിന്റെ ഭാവങ്ങളെല്ലാം മാറി. സ്തോത്രം ഹല്ലേലൂയ. അവിടെ വേറൊരു തലത്തിലേക്ക് എത്തപ്പെടുവാൻ ഇടയായി തീർന്നു. പ്രിയമുള്ളവരെ, ഇന്ന് രാവിലെ കാലം സ്തോത്രം ഹല്ലേലൂയ നാം എല്ലാവരും ദൈവമക്കളാണ്. സ്തോത്രം. നാം ബുദ്ധിയിൽ പ്രാർത്ഥിച്ചു തുടങ്ങുന്നു, എന്നാൽ അവസാനിക്കുന്നത് ബുദ്ധിയിലായിരിക്കരുത്. സ്തോത്രം ഹല്ലേലൂയ. പ്രാർത്ഥിച്ച് വേറൊരു തലത്തിലേക്ക് മാറ്റപ്പെടുകയാണ് ചെയ്യുന്നത്. അതാണ് ആത്മാവിലുള്ള പ്രാർത്ഥന എന്ന് പറയുന്നത്. സ്തോത്രം. അവിടെ ചില മാറ്റങ്ങൾ സംഭവിക്കും. അവിടെ ബുദ്ധിയിൽ പ്രാർത്ഥിച്ചു തുടങ്ങി ആത്മാവ് പ്രാർത്ഥനയെ ഏറ്റെടുക്കുന്ന അനുഭവം ഉണ്ടാകണം. സ്തോത്രം ഹല്ലേലൂയ. എന്നാൽ താപ്പോട്ട് കടന്നു വരുമ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് 2 പുരുഷന്മാർ. ഹല്ലേലൂയ. സ്തോത്രം. നോക്കണേ. സ്തോത്രം ഹല്ലേലൂയ. അവിടെ ആത്മാവിന്റെ ആ ഒരു തലത്തിലേക്ക് പ്രാർത്ഥന മാറിക്കഴിഞ്ഞപ്പോൾ അവിടെ ചില വെളിപ്പാടുകൾ, ചില കാര്യങ്ങൾ അവിടെ വെളിപ്പെടുകയാണ്. സ്തോത്രം. പറയുകയാണ്, 2 പുരുഷന്മാർ അവനോട് സംസാരിച്ചു. അത് മറ്റാരുമല്ല, മോശയും ഏലിയാവും. സ്തോത്രം. മോശ ഏലിയാവിനെ പറ്റി നമുക്കറിയാം. സ്തോത്രം ഹല്ലേലൂയ. മോശ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റു എന്ന് സ്തോത്രം ഹല്ലേലൂയ വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഏലിയാവ് ഹല്ലേലൂയ സ്തോത്രം രഥങ്ങളിൽ എടുക്കപ്പെട്ടു ജീവനോടുകൂടി. സ്തോത്രം ഹല്ലേലൂയ. അവർ 2 പേരും ജീവനോടെയുണ്ട്. സ്തോത്രം. അവിടെ പറയുകയാണ്, മോശയും ഏലിയാവും കർത്താവിന്റെ അടുത്തേക്ക്, ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന കർത്താവിന്റെ അടുത്തേക്ക് കടന്നു വരികയാണ്. സ്തോത്രം ഹല്ലേലൂയ. അവർ തേജസ്സിൽ പ്രത്യക്ഷരായി അവൻ യെരൂശലേമിൽ പ്രാപിക്കുവാനുള്ള നിര്യാണത്തെ കുറിച്ച് സംസാരിച്ചു. സ്തോത്രം. ഇതിനു മുമ്പ്
ആമേൻ സ്തോത്രം, ചില മണിക്കൂറുകൾക്ക് മുമ്പ് ഈ വിഷയങ്ങൾ മാത്രം സംസാരിച്ചാണ് കർത്താവ് മുകളിലേക്ക് കടന്നു വന്നത്. സ്തോത്രമല്ലല്ലോ. ഈ വിഷയങ്ങളാണ് കർത്താവ് പ്രതിപാദിച്ചത് അന്ന് പകൽക്കാലം ശിഷ്യന്മാരോട്. സ്തോത്രം. എന്നാൽ ആ വിഷയമായിട്ട് സംബന്ധിച്ചായിരിക്കാം ഒരു പക്ഷേ കർത്താവ് അവിടെ പ്രാർത്ഥിച്ചത്. സ്തോത്രം. കർത്താവിന്റെ മനസ്സ് വ്യാകുലത ഉണ്ടായിരുന്നു. മത്തായിയുടെ സുവിശേഷത്തിൽ കർത്താവിനെ ക്രൂശീകരണ സമയത്ത് വ്യാകുലപ്പെട്ടു, ദുഃഖിച്ചു. ഈ 3 പേരെ മാത്രം കൊണ്ടുപോയി ഗത്സമനയിൽ കൊണ്ടുപോയി സംസാരിച്ച വിഷയങ്ങളൊക്കെ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്കെല്ലാം സുപരിചിതമായ കാര്യമാണ്. എന്നാൽ സ്തോത്രമല്ലിയ കർത്താവ് ശിഷ്യന്മാരോട് മഹാപുരോഹിതന്മാരാൽ ഉപദ്രവിക്കപ്പെടും, പിടിക്കപ്പെടും, ആമേൻ ക്രൂശീകരിക്കപ്പെടും എന്നൊക്കെ പറഞ്ഞ് ആമേൻ കടന്നു വരുമ്പോൾ ഈ വിഷയങ്ങൾക്ക് കർത്താവിന് ചിലപ്പോൾ ദൈവസന്നിധിയിൽ പ്രത്യേകമായി പ്രാർത്ഥിക്കേണ്ട വിഷയമുണ്ടാകും. ഈ വിഷയങ്ങളെ ഓർത്തായിരിക്കും കർത്താവ് പ്രാർത്ഥിച്ചു തുടങ്ങിയത്. എന്നാൽ ആ വിഷയത്തെ ആശ്വസിപ്പിക്കുവാൻ, ആ വിഷയത്തിന്മേൽ ചില കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുവാൻ ആമേൻ സ്തോത്രം ദൈവം, പിതാവായ ദൈവം ഏലിയാവിനെയും മോശയും അവിടേക്ക് അയക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാവിലെ കാലം ഞാൻ ഈ വചനത്തിന്റെ വെളിച്ചത്തിൽ പറയുവാൻ താല്പര്യപ്പെടുന്ന നമ്മുടെ ഹൃദയത്തിന്റെ ഭാരത്തിന്റെ വിഷയങ്ങൾ നാം അത് ആമേൻ ദൈവസന്നിധിയിൽ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ആ വിഷയങ്ങളെ പ്രാർത്ഥനയിലൂടെ ഏൽപ്പിക്കുവാൻ തയ്യാറായാൽ ആമേൻ സ്തോത്രം, ആ വിഷയത്തിൽ പ്രാർത്ഥനയിലിടയിൽ തന്നെ അതിന് മറുപടി ദൈവം ആശ്വാസത്തിന്റെ, സമാധാനത്തിന്റെ, ആ വിഷയത്തിന്മേൽ ഒരു നീക്കുപോക്കിന്റെ, ആ വിഷയത്തിന്മേൽ എങ്ങനെ ഓവർകം ചെയ്യാം എന്നുള്ള ഒരു വിഷയത്തിന്മേൽ ദൈവിക മറുപടി പ്രാപിക്കുവാൻ ദൈവം ഇടവരുത്തും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. സ്തോത്രം. അതുകൊണ്ട് പ്രാർത്ഥനയിൽ നമ്മൾ ഹല്ലേലൂയ സ്തോത്രം പ്രാർത്ഥിച്ച് ആത്മാവിലേക്ക് കയറേണ്ട ഒരു ആമേൻ ഹല്ലേലൂയ സ്തോത്രം ആമേൻ ആവശ്യത്തെ തിരുവചനം പഠിക്കുമ്പോൾ കാണുവാനായിട്ട് സാധിക്കുന്നു. സ്തോത്രം. അവിടെ പറയുകയാണ്, യെരുശലേമിൽ പ്രാപിക്കുവാനുള്ള നിര്യാണത്തെ കുറിച്ച് സംസാരിച്ചു. കർത്താവ് വരുന്ന ചില ദിവസങ്ങൾക്ക് ശേഷം സഹിക്കാൻ പോകുന്ന കഷ്ടങ്ങള്, ഭാരങ്ങള് കർത്താവിന് പൊതുവായിട്ട് അറിയാം. ആമേൻ. ഇതാണ് ശിഷ്യന്മാരോട് പറഞ്ഞത്, ഞാൻ ഉപദ്രവിക്കപ്പെടാൻ പോകുന്നു, പിടിക്കപ്പെടാൻ പോകുന്നു, ക്രൂശീകരിക്കപ്പെടാൻ പോകുന്നു, എങ്കിൽ ഞാൻ 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റും. എന്നാൽ ആമേൻ 100% ദൈവവും 100% മനുഷ്യനുമായിരുന്ന കർത്താവിന്റെ ഉള്ളിലും ചിന്തകളും വ്യാകുലതകളും ഒക്കെ ഉണ്ടായിരുന്നു കാണാം. സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ അവിടെ ആമേൻ ഹല്ലേലൂയ സ്തോത്രം ഏലിയാവും മോശയും ദൈവം പറഞ്ഞു വിട്ട് ആമേൻ സ്തോത്രം ആ വിഷയത്തെപ്പറ്റി സംസാരിച്ച് ആമേൻ സ്തോത്രം ചില ഉറപ്പും ധൈര്യവും ഒക്കെ ആമേൻ അവിടെ കൊടുത്തു കാണുമായിരിക്കാം. എന്നാൽ 32-ാം വാക്യത്തിൽ ആമേൻ വായിക്കുമ്പോൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ആമേനെ തിരഞ്ഞെടുത്തു കൊണ്ടുപോയ 3 പേരുടെ അവസ്ഥ എന്തുവാണ്? അവിടെ പറയുകയാണ്, പത്രോസും കൂടെയുള്ളവരും ഉറക്കത്താൽ ഭാരപ്പെട്ടിരുന്നു. സ്തോത്രമേ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. ഗെത്സമന തോട്ടത്തിൽ ഈ 3 പേരെയും കൊണ്ട് മാത്രം, മറ്റു 9 പേരെയും ദൂരെ നിർത്തിയിട്ട് ഈ 3 പേരെയും കൊണ്ട് മാത്രം വേറിട്ട് പോയി മുട്ടുമടക്കി പ്രാർത്ഥിച്ചിട്ട് മടങ്ങി വന്ന് നോക്കുമ്പോൾ ഇവർ 3 പേര് ഉറങ്ങുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. പല സമയങ്ങളിലും ഏതെങ്കിലും ഒരു വിഷയത്തെ ഏൽപ്പിക്കുമ്പോൾ, പ്രാർത്ഥനയ്ക്ക് വേണ്ടി മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ഏൽപ്പിക്കുമ്പോൾ ആമേൻ സ്തോത്രം ഹല്ലേലൂയ ആമേൻ സ്തോത്രം ആ വിഷയത്തിന്മേൽ കോൺസെൻട്രേറ്റ് ചെയ്യാതെ, ആ വിഷയത്തിന്മേൽ നാം കൂടുതൽ ശ്രദ്ധ തിരിക്കാതെ സ്തോത്രം ഹല്ലേലൂയ നമ്മൾ മറ്റു കാര്യങ്ങളിലേക്ക്, ശാരീരിക ക്ഷീണം, ഉറക്കം, ഭാരം, മറ്റു ലോകചിന്തകള്, ഇതിലേക്കൊക്കെ വഴുതി പോകുന്ന അനുഭവങ്ങൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിലില്ലേ? സ്തോത്രം. ഹല്ലേലൂയ. അവിടെ പറയുകയാണ്, പത്രോസും കൂടെയുള്ളവരും ഉറക്കത്താൽ ഭാരപ്പെട്ടിരുന്നു. കർത്താവിന്റെ കൂടെ അല്പസമയം ഒന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരെ 3 പേരെ കൊണ്ടുപോയത്. സ്തോത്രം. മറ്റു 9 പേരിൽ ഈ ഒരു ആമേൻ ഗുണം കർത്താവ് കണ്ടു കാണത്തില്ല ഒരു പക്ഷെ നിലയിൽ. ഞാൻ അവര് കുറവുള്ളവരാണെന്ന് പറഞ്ഞ് മാറ്റി നിർത്തുകയല്ല. എന്നാൽ ഇവരെ 3 പേരെ ആമേൻ കർത്താവിന് പലപ്പോഴും ഹൃദയം തുറന്നു കാണിക്കുവാൻ പറ്റിയ മനുഷ്യരാണ്, ശിഷ്യന്മാരാണെന്ന് കർത്താവിന് പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് ഇമ്പോർട്ടന്റ് കാര്യങ്ങളിൽ സ്തോത്രമില്ലല്ലോ, വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഇവരെ 3 പേരെ ചേർത്ത് നിർത്തിയതും കൂടെ കൊണ്ടുപോയി ശുശ്രൂഷയൊക്കെ വെളിപ്പെടുത്തിയതും ഒക്കെ നമുക്ക് വചനത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നു, ഞാൻ പറഞ്ഞ പോലെ തന്നെ. എന്നാൽ ആമേൻ ഇവരെ ഏൽപ്പിച്ച് ഏത് വിഷയത്തിന് വേണ്ടി കൊണ്ടുപോയി അവിടെ പരാജയപ്പെട്ടതായിട്ട് അവർ കാണുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. പത്രോസും കൂടെയുള്ള ഒരു ഉറക്കത്തിൽ ഭാരപ്പെടുകയാണ്. എന്നാൽ അവിടെ കർത്താവ് എന്തിനാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നത്? സ്തോത്രം. ഹല്ലേലൂയ. ഇപ്പൊ ചില മണിക്കൂറുകൾ കർത്താവ് ഇവിടെ പ്രാർത്ഥിക്കുകയാണ്. ആ സമയത്ത് ഞങ്ങൾ ഉണർന്നിരിക്കണം എന്ന് ആ ഒരു ബോധ്യം അവർക്ക് ഉണ്ടായിരുന്നില്ല. സ്തോത്രം. ഹല്ലേലൂയ. അവർ ഉറക്കത്താൽ ഭാരപ്പെടുന്ന അവസ്ഥയിലേക്ക് കടന്നുപോയി. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. പലപ്പോഴും നമ്മളെയൊക്കെ കർത്താവ് ഏൽപ്പിക്കുന്ന കാര്യങ്ങൾ ആമേൻ സ്തോത്രം നമ്മൾ വളരെ വ്യഗ്രതയോടും വളരെ ആവേശത്തോടും ഒക്കെ സ്വീകരിക്കും. എന്നാൽ അതിനെ പൂർത്തീകരിക്കാൻ പലപ്പോഴും സാധിക്കത്തില്ല എന്നുള്ളതാണ് സ്തോത്രം യാഥാർത്ഥ്യം. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. പല ലോകത്തിന്റെ കാര്യങ്ങള്, പല ആമേൻ വ്യക്തിപരമായ വിഷയങ്ങള്, മറ്റു പല കാര്യങ്ങളെല്ലാം കൊണ്ടും നമ്മളെ ഞെരുക്കി, നമ്മളെ എന്തിനു വേണ്ടി കർത്താവ് വിളിച്ചോ, എന്തിനു വേണ്ടി മാറ്റി നിർത്തിയോ, എന്തിനു വേണ്ടി ആ ഒരു കാര്യം ഏൽപ്പിച്ചോ, നിയോഗം ഏൽപ്പിച്ചോ, അത് പലപ്പോഴും പൂർത്തീകരിക്കുവാൻ കഴിയാത്ത അവസ്ഥകൾ പലപ്പോഴും പലരുടെയും ജീവിതത്തിലുണ്ട്, പല ദൈവദാസന്മാരുടെയും ദൈവമക്കളുടെയും ജീവിതത്തിലുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. രാവിലെ കാലം ആമേൻ സ്തോത്രം തിരുവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും പോലെ പ്രാർത്ഥിക്കുമ്പോൾ ഉണർന്നിരുന്ന് ആമേൻ കർത്താവിനൊരു കൈത്താങ്ങലാകേണ്ട പത്രോസും യാക്കോബും യോഹന്നാനും അവിടെ ഉറങ്ങി ഭാരപ്പെടുകയാണ്. എന്തോ അവിടെ നടക്കുന്നത് പോലും അറിഞ്ഞുകൂടാ. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് എന്നാൽ ഹൃദയത്തിന്റെ ഭാരം കാരണം താൻ ചില ദിവസങ്ങൾക്ക് ശേഷം പിടിക്കപ്പെടുമല്ലോ
എന്ന് സ്തോത്രം ദൈവസന്നിധി ചില സമയം ചെലവഴിക്കാം, പ്രാർത്ഥിക്കാം എന്നൊക്കെ വിചാരിച്ച് കടന്നുപോയി. അവിടെ മോശെ ഏലിയാവുമെന്ന് വെളിപ്പെടുന്നു. ആമേൻ സംഭാഷണം നടക്കുന്നു. ഇതൊന്നും ഇവരറിയുന്നില്ല. സ്തോത്രം ഹല്ലേലൂയ. എന്നാൽ ആമേനല്ലോടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് അവർ ഉറക്കത്തിൽ നിന്ന് ഉണർന്നു. സ്തോത്രം ഹല്ലേലൂയ. 32-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഉണർന്ന ശേഷം അവന്റെ തേജസ്സിനെ അവനോടുകൂടെ നിൽക്കുന്ന 2 പുരുഷന്മാരെയും കണ്ടു. സ്തോത്രം. അപ്പൊ കർത്താവ് പ്രാർത്ഥിച്ച് തുടങ്ങിയപ്പോൾ ഇവർ ഉണർന്നിരുന്നു കാണും. എന്നാൽ പ്രാർത്ഥനയുടെ ആ തീവ്രതയിലേക്ക് കടന്നു, കർത്താവ് ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന അനുഭവം, മണിക്കൂറുകൾ പ്രാർത്ഥിക്കുന്ന അനുഭവത്തിലേക്ക് കടന്നുപോയപ്പോൾ ഇവര് രാത്രിയാണ്, പകൽ അധ്വാനിച്ചവരാണ്, ക്ഷീണമുണ്ടവർക്ക്, അവരെ ഉറക്കം നിദ്രയിലേക്ക് അവർ നയിക്കപ്പെടുവാനിടയായി തീർന്നു. സ്തോത്രം. എന്നാൽ ആമേൻ സ്തോത്രം അവർ ഉണർന്നപ്പോൾ ആമേൻ സ്തോത്രം ഹല്ലേലൂയ ആമേൻ അവിടെ നടക്കുന്ന സംഭവങ്ങളെ കാണുവാനായിട്ട് ഇടയായി തീർന്നു. സ്തോത്രം ഹല്ലേലൂയ. ഞാൻ ഈ വചനം ധ്യാനിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് എനിക്ക് ബോധ്യപ്പെടുത്തി തന്ന ഒരു ചിന്ത ഇപ്രകാരമാണ്. പലപ്പോഴും നാം സ്തോത്രം ഹല്ലേലൂയ ഉണരേണ്ട രീതിയിൽ സ്തോത്രം തെറ്റിദ്ധരിക്കരുത്. ഉറക്കത്തിൽ നിന്ന് ഉണരുന്ന കാര്യമല്ല പറയുന്നത്. നാം ആത്മീയമായിട്ട് ഉണരേണ്ട രീതിയിൽ ഉണരാതിരിക്കുന്നതാണ് പലപ്പോഴും ദൈവപ്രവൃത്തികളും ദൈവ തേജസ്സും ദൈവിക വിടുതലുകളും ദൈവിക മറുപടികളും നമുക്ക് അനുഭവിക്കുവാനും കേൾക്കുവാനും ഇടയായി തീരാത്തത്. സ്തോത്രം. ആത്മീയത്തിലും ഉറങ്ങിയിരിക്കുകയാണെങ്കിൽ ദൈവ തേജസ്സിനെയും ദൈവപ്രവൃത്തിയെയും മറുപടിയും ഒന്നും നമുക്ക് കാണുവാനോ കേൾക്കുവാനോ മനസ്സിലാകില്ല. സ്തോത്രം. പ്രാർത്ഥനയ്ക്ക് വേണ്ടിയാണ് വിളിച്ചത്, വിശ്വാസ ജീവിതം നയിക്കുവാനാണ് വിളിച്ചത്. പക്ഷെ വിളിച്ചപ്പോൾ നല്ല ഉത്സാഹമായിരുന്നു, എന്നാൽ ഇടയ്ക്ക് വന്നപ്പോൾ പോയി. സ്തോത്രം ഹല്ലേലൂയ. ഇവിടെ പറയുന്നതാണ് ഉണർന്ന ശേഷം കർത്താവിന്റെ തേജസ്സിനെ കണ്ടു. സ്തോത്രം ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ഉറങ്ങിയിരിക്കുന്ന അനുഭവമാണെങ്കിൽ ഉണർന്നെങ്കിൽ മാത്രമേ ദൈവ തേജസ്സിനെ കാണുവാൻ സാധിക്കുകയുള്ളൂ. സ്തോത്രം ഹല്ലേലൂയ. ഉണർന്നെങ്കിൽ മാത്രമേ സ്തോത്രം ഹല്ലേലൂയ എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്ന് ഹല്ലേലൂയ സ്തോത്രം. ആരാണ് അവിടെ വെളിപ്പെട്ട് നിൽക്കുന്നത്? സ്തോത്രം ഹല്ലേലൂയ. പ്രാർത്ഥനയ്ക്ക് മറുപടി വന്നു എന്നുള്ള കാര്യങ്ങൾ എന്നാലേ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. സ്തോത്രം ഹല്ലേലൂയ. ഉണർന്ന ശേഷം അവന്റെ തേജസ്സിനെയും അവനോടുകൂടെ നിൽക്കുന്ന 2 പുരുഷന്മാരെയും കണ്ടു. സ്തോത്രം ഹല്ലേലൂയ. സ്തോത്രം. അവിടെ താപ്പോട്ട് വായിക്കുമ്പോൾ മറ്റു പല കാര്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്ന സമയത്തിന്റെ പരിമിതി ഉണ്ടല്ലോ. സ്തോത്രം ഹല്ലേലൂയ. എന്നാൽ അവിടെ താഴെ വായിക്കുമ്പോൾ പത്രോസ് ഉണർന്ന ശേഷം അവിടെ നടന്ന സംഭവങ്ങളെയൊക്കെ കണ്ടപ്പോൾ തന്റെ ഹൃദയത്തിൽ ഒരു തീരുമാനിച്ചു. സ്തോത്രം ഹല്ലേലൂയ. നമുക്ക് ഇവിടെ തന്നെ അങ്ങ് ഇരിക്കാം. സ്തോത്രം ഹല്ലേലൂയ. ഇവിടുന്ന് പോകണ്ട, 3 കുടിലുണ്ടാക്കാം. കർത്താവേ, നിങ്ങൾക്ക് 3 പേർക്കും പാർക്കുവാൻ ഇവിടെ തന്നെ ഇടമുണ്ടാക്കാം. നമുക്ക് താഴോട്ട് പോകണ്ട. സ്തോത്രം ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്നതാണ് നന്ന്. സ്തോത്രം ഹല്ലേലൂയ. നിരാവലക്കാലം സ്തോത്രം. ഞാൻ എൻ്റെ വചനങ്ങൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. സ്തോത്രം ഹല്ലേലൂയ. ദൈവ സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞവർ, സ്തോത്രം ഹല്ലേലൂയ, ആത്മാവിന്റെ ആ ഒരു തലം അനുഭവിച്ചറിഞ്ഞവർ അത് മതി, മറ്റൊന്നും വേണ്ട എന്നങ്ങ് തീരുമാനിക്കും. സ്തോത്രം ഹല്ലേലൂയ. പലപ്പോഴും ഇന്ന് പ്രാർത്ഥനയ്ക്കൊക്കെ വരണമേ എന്ന് പാസ്റ്റർമാർ നിർബന്ധിക്കുകയാണ്. സഭളി വരണേ, റിക്വസ്റ്റ് ചെയ്യുകയാണ്. കാര്യം സ്തോത്രം. എന്നാലും നിർബന്ധിച്ചാലും പല തവണ മെസ്സേജ് അയച്ചാലും വിളിച്ചാലും പലർക്കും വരാനും എടുക്കാനും താല്പര്യമില്ല. കാരണം ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയാൻ താല്പര്യപ്പെടുന്നത്, ദൈവ തേജസ്സും ദൈവ മഹിമയും കർത്താവ് തരുന്ന കർത്താവ് വെളിപ്പെടുത്തുന്ന കാര്യങ്ങളൊന്നും മനസ്സിലാക്കിയിട്ടില്ല. ദൈവ സാന്നിധ്യത്തിന്റെ ആ ഒരു രുചി എന്താന്ന് അനുഭവിച്ചറിഞ്ഞിട്ടില്ല. അങ്ങനെയുള്ളവരെയാണ് നിർബന്ധിക്കേണ്ടത്. അല്ലാത്തവർ പറയും കൂട്ടായ്മ മതി, മറ്റൊന്നും വേണ്ട. സ്തോത്രം ഹല്ലേലൂയ. മറ്റൊന്നും വേണ്ട, കൂട്ടായ്മ മാത്രം മതി, ആത്മീയ ജീവിതം മാത്രം മതി, ഇത് മതി. ഇങ്ങനൊരു കൂട്ടായ്മ ഇതായിരുന്നു ആദ്യ സഭയുടെ അനുഭവം. അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവൃത്തി 1-2 അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത്, അവർ ദിനംപ്രതി ആലയത്തിൽ കൂടി വന്നിരുന്നു. മറ്റു പരിപാടി ഒന്നുമില്ലായിരുന്നു അവർക്ക്. ദിനംപ്രതി അവർക്ക് കൂട്ടായ്മ മതി. ഇന്നും കേരളത്തിൽ ചില സഭകളിലുണ്ട്, ചില കൂട്ടായ്മകളിലുണ്ട്, ചില ഇടങ്ങളിലുണ്ട് ഡെയിലി പ്രാർത്ഥനയുള്ള. കാര്യം അവർക്ക് കൂട്ടായ്മയില്ല, ജീവിക്കാൻ പറ്റത്തില്ല. സൺഡേയിലും ഫ്രൈഡേയിലും മാത്രമല്ല അവർക്ക് പ്രാർത്ഥനകളുള്ളത്. സ്തോത്രം ഹല്ലേലൂയ. ഇന്ന് പലകാലം നമുക്ക് മറ്റു പല കാര്യങ്ങളുണ്ട്. സിറ്റി ജീവിക്കുന്നവർക്ക് പല ബുദ്ധിമുട്ടുകളുണ്ട്, പരിമിതികളുണ്ട്. ഇതെല്ലാം മനസ്സിലാക്കുന്നെങ്കിലും സ്തോത്രം ഹല്ലേലൂയ. ആത്മീയ കാര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കണമെങ്കിൽ സ്തോത്രം ആത്മീയമായിട്ട് ഉണർന്നെങ്കിൽ മാത്രമേ സാധിക്കുള്ളൂ. ഇന്ന് രാവിലെ കാലം ഞാൻ എൻ്റെ സ്തോത്ര വാക്കുകളുടെ ഉപസംഹരിക്കുകയാണ്. സ്തോത്രം ഹല്ലേലൂയ. സ്തോത്രം. നമുക്ക് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഭാവങ്ങൾ മാറട്ടെ. പ്രാർത്ഥിക്കുമ്പോൾ നമ്മളെ ബുദ്ധിയിൽ പ്രാർത്ഥിച്ച് ആത്മാവിലേക്ക് കയറുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. സ്തോത്രം ഹല്ലേലൂയ. നിരവധി കാലം നമുക്ക് സ്തോത്രം അങ്ങനെ ഒരു പ്രാർത്ഥനയുടെ തലത്തിലേക്ക് കടന്നു പോകുവാൻ ദൈവം നമ്മളെ പറ്റി ആഗ്രഹിക്കുന്നു. അങ്ങനെയെങ്കിൽ സ്തോത്രം ഹല്ലേലൂയ. നാം ഭാരപ്പെടുന്ന വിഷയമാണെങ്കിൽ അതിന്മേൽ ദൈവിക ആശ്വാസവും സമാധാനവും കർത്താവ് പ്രാർത്ഥനയിൽ ഇടയിൽ തന്നെ മറുപടി അയച്ചു തരും. സ്തോത്രം ഹല്ലേലൂയ. ഒരു പക്ഷേ വിഷയത്തിന് നീക്കുപോക്കുണ്ടായോ ഇല്ലയോ എന്നുള്ളതല്ല സ്തോത്രം. എന്നാൽ അതിനെ ഓവർകം ചെയ്യുവാനുള്ള ഒരു ദൈവിക കരുത്ത്
ഒരു പ്രോത്സാഹനം, ആമേൻ, ഒരു വാക്കൊരു പക്ഷേ അവിടെ നമുക്ക് കിട്ടും. അത് മതിയല്ലോ, അതിൽ കൂടുതൽ എന്ത് വേണം? സ്തോത്രം, ഹല്ലേലൂയ. ആമേൻ. രാവിലെ കാലം നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. സ്തോത്രം. നമ്മുടെ പ്രാർത്ഥനയുടെ ആമേൻ സ്തോത്രം രീതികള്, നമ്മുടെ പ്രാർത്ഥനയുടെ ആ ഒരു ചട്ടക്കൂടുകളൊക്കെ ഒന്ന് മാറട്ടെ. സ്തോത്രം. കർത്താവ് ആഗ്രഹിക്കുന്ന രീതിയിൽ, ദൈവവചനം അനുശാസിക്കുന്ന രീതിയിൽ, കർത്താവ് പ്രാർത്ഥിച്ച രീതിയിൽ ഒരു പ്രാർത്ഥനയിലേക്ക് എത്തപ്പെടുവാൻ നമുക്കിടയായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. എന്റെ ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. വചനം കേട്ടുണ്ടെന്ന് എല്ലാവരോടുള്ള നന്ദി സ്നേഹവും അറിയിക്കുന്നു. സ്തോത്രം. അവസരം ഒരുക്കി തന്ന കർത്താവിന്റെ ദാസനുള്ള നന്ദി അറിയിക്കുന്നു. നമുക്ക് പ്രാർത്ഥിച്ച് സ്തോത്രം രാവിലെ കാലത്ത് മീറ്റിംഗിന് നമുക്ക് അവസാനിപ്പിക്കാം. സ്തോത്രം. കണ്ണുകളെ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇപ്പോൾ ആമേൻ നമ്മുടെ മധ്യത്തിൽ പ്രിയ ആമേൻ സാജു ബ്രദർ ഉണ്ട്. ആമേൻ. പ്രാർത്ഥിക്കും. ബെൻസൺ പാസ്റ്റർ ആശീർവാദം പറഞ്ഞ് നമുക്ക് മീറ്റിംഗ് അവസാനിപ്പിക്കുന്ന രാവിലെ കാലം. കർത്താവിലെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങൾ അങ്ങേ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ പുനരുദ്ധാനത്തിന്റെ ദിവസം ആത്മാവിന്റെ ശക്തിയോടുകൂടെ നിന്റെ പാദപീഠത്തെങ്കിലായിരിക്കാൻ ഞങ്ങളെ സഹായിച്ചതിനായി നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. പ്രാർത്ഥിച്ചു തുടങ്ങുവാനും അനേക വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനും എല്ലാം നീ ഞങ്ങളെ സഹായിച്ചു. നല്ല ഗീതങ്ങളെ പാടുവാൻ തക്കോണം സഹായിച്ചു. എല്ലാത്തിലും അങ്ങയുടെ നാമം മഹത്വപ്പെടുവാൻ തക്കോണം ഇടയായി തീർന്നുവല്ലോ. നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവേ. അനേക വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച വിഷയങ്ങളുടെ മേലെല്ലാം നിന്റെ കരം ചലിച്ചിരിക്കാൻ നന്ദിയോടെ സ്തുതിക്കുന്നു നാഥനെ. ഭാരത്തോടെ ഹല്ലേലൂയ ഏതെല്ലാം വിഷയങ്ങൾക്ക് വേണ്ടി കണ്ണുനീരോടെ നിന്റെ പാദപീഠത്തിൽ ഇരുന്നു, ആ വിഷയങ്ങൾക്കെല്ലാം ഈ പ്രാർത്ഥന കഴിയുമ്പോൾ ഒരു മറുപടി ഉണ്ട് എന്ന് ഞങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുന്നു. അവസാനമായി ഞങ്ങളെ കേൾപ്പിച്ചായ ഞങ്ങളുടെ മാറ്റമില്ലാത്ത വചനങ്ങൾക്കായി സ്തോത്രം. ഹല്ലേലൂയ. നിന്റെ മാനെ നീ അതിനെ ബലപ്പെടുത്താനായി സ്തുതിക്കുന്നു കർത്താവേ. പ്രാർത്ഥനയുടെ അനന്തര ഫലങ്ങൾ എന്തെല്ലാം എന്ന് ഇന്ന് പകൽക്കാലം പ്രസ്താവിപ്പാൻ തക്കവണ്ണം നിന്റെ മാനെ നീ സഹായിച്ചുവല്ലോ. നന്ദിയോടെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. ഭാരത്തോടിരിക്കുന്ന വിഷയങ്ങളുടെ മേലെ നിന്റെ അഭിഷിക്തന്മാരിൽ കൂടെ ഹല്ലേലൂയ വിഷയങ്ങൾക്ക് പരിഹാരം കൽപ്പിക്കുന്ന ദൈവമാണ് എന്നും ഉണർന്നിരുന്നാൽ മാത്രമേ നിന്റെ മഹത്വം കാണപ്പെടുകയുള്ളൂ എന്നും ഇന്ന് പകൽക്കാലം ഞങ്ങളെ കേൾപ്പിച്ചുവല്ലോ. ആകയാൽ ഞങ്ങളും ഉണർന്നിരിക്കട്ടെ നാഥ. ഹല്ലേലൂയ. നിന്റെ മഹത്വം ഒന്ന് കാണുവാൻ തക്കവണ്ണം ഇടയാകട്ടെ. ദാവീദ് പറഞ്ഞ പോലെ ഹല്ലേലൂയ ആ ഒരു കാര്യം മാത്രമേ ഞങ്ങൾ ആഗ്രഹിക്കുന്നുള്ളൂ, നിന്റെ മഹത്വം ഒന്ന് കാണണം. ഹല്ലേലൂയ. അതിനു വേണ്ടി അടിയങ്ങളെയും ഒരുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഈ ദിനങ്ങളിൽ ആമേൻ പ്രാർത്ഥനയിൽ മുന്നേറുവാൻ തക്കവണ്ണം ഇടയാക്കുമാറാകണമേ. ഹല്ലേലൂയ. പ്രാർത്ഥനയിൽ എന്തെല്ലാം സംഭവിക്കുമെന്ന് ഞങ്ങൾ കേൾപ്പിച്ചതിനായി സ്തുതിക്കുകയാണ് കർത്താവേ. ഹല്ലേലൂയ. പ്രാർത്ഥനയാൽ രൂപം മാറും, ഭാവം മാറും. ഹല്ലേലൂയ. ആമേൻ. ഞങ്ങൾക്ക് അസാധ്യമെന്ന് തോന്നുന്ന മണ്ഡലങ്ങളിൽ ദൈവികമായ പ്രവർത്തനങ്ങൾ നടക്കുമെന്നെല്ലാം ഗ്രഹിപ്പാൻ തക്കവണ്ണം സഹായിച്ചെല്ലാം നന്ദി പറയുകയാണ്. ഹല്ലേലൂയ. അതിനുവേണ്ടി അവർക്ക് പാസ്റ്റർ സഹായിച്ചതിനായി സ്തുതിക്കുന്ന കുടുംബമായി അവരെ അനുഗ്രഹിക്കണമേ. ശുശ്രൂഷകളെ മാനിക്കുമാറാകണമേ. ഇന്ന് പ്രഭാതം നടക്കുന്ന എല്ലാ ആത്മീക ശുശ്രൂഷകളെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. എല്ലാ സഭകളിലുമുള്ള ആരാധനകളെ തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്ന ആരാധന കൂടെയുള്ള വലിയ വിടുതലുകൾ അനുഭവിച്ചറിയാൻ ഇടയാക്കുമാറാണമേ. ബെൻസൺ മാസ്റ്റർ കുടുംബമായി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നിന്റെ മക്കൾക്ക് കൊടുത്ത വിടുതലിനായി സ്തോത്രം. പ്രിയ സഹോദരിക്ക് പൂർണ്ണമായ വിടുതലും ആശ്വാസം അവിടുന്ന് കൽപ്പിക്കുന്നതിനായി സ്തുതിക്കുന്നു. എത്രയും വേഗം ഹല്ലേലൂയ തന്റെ ദാസനോട് ചേർന്ന് ശുശ്രൂഷകളിൽ മുന്നേറുവാൻ തക്കണം ബലപ്പെടുത്തുമാറാകണമേ. പൈതങ്ങൾക്കെല്ലാം എക്സാമിൽ നല്ല വിജയം കാണുവാൻ, നല്ല മാർക്ക് കാണുവാൻ ഇടയാക്കണമെന്ന് അങ്ങോട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഇത്രത്തോളം ചെയ്യുന്ന കർത്താവിന് നന്ദിയോട് സ്തോത്രം പറയാം. സ്തോത്രം. ദൈവത്തിന്റെ സ്നേഹവും ക്രിസ്തുവിന്റെ കരുണയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും കാവലും നമ്മൾ പ്രാച സകല വിഷയങ്ങളുടെ മേലും ഇന്ന് ഈ മീറ്റിംഗിൽ നേതൃത്വം നൽകിയ എല്ലാ പ്രിയപ്പെട്ട ദൈവദാസന്മാരുടെ മേലും എല്ലാ വിശുദ്ധ ആരാധന മേലും എന്നും നെയ്ക്കൊണ്ടാകുമാറാകട്ടെ. എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. മീറ്റിംഗിലേക്ക് പാസ്റ്റർ അവസാനം പ്രാർത്ഥന സഹിച്ചാന് മാധ്യസ്ഥ പ്രാർത്ഥന ലീഡ് ചെയ്ത ഡേസിസ് ഗാനങ്ങൾ ആലപിച്ച പ്രിയ ആൻസിസ് എല്ലാവരുള്ള നന്ദി അറിയിക്കുന്ന എല്ലാ പ്രാർത്ഥന സഹകാരികളെ ദൈവം അനുഗ്രഹിക്കട്ടെ. വീണ്ടും പ്രാർത്ഥനയിൽ നമുക്ക് മുന്നേറാം. കർത്താവ് നമ്മെ എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ.